പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ കരിയർ വെബിനാർ സീരീസ് 2026 9ാമത്തെ ദിവസം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിയമ പഠനവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. എൻ്റെ പേര് നൗഷാദ് റഹീം. എൻ്റെ കൂടെ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകൻ ഡോക്ടർ അലി ഒപ്പി, അതുപോലെ MG യൂണിവേഴ്സിറ്റിയിലെ LLM സ്റ്റുഡൻറ് മന്ന സൈമൺ അബ്രഹാം. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ മുന്നിൽ ഉള്ളത് ലോ ആസ് എ കരിയർ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതിന്റെ പാത്വേസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. The first question that is what is law? എന്താണ് നിയമം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കുറെ നിയമങ്ങൾ, കുറെ റൂൾസ്, അത് സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്യുന്നു. അതുവഴി നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ, റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയും സാമൂഹിക നീതി ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന ടാർഗറ്റോട് കൂടിയുള്ള കുറെ റൂൾസിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വുഡ് ബി വാട്ട് ഈസ് ദ ലോ എന്നുള്ളതായിരിക്കും. എന്തിനാണ് ഇങ്ങനെ കുറെ നിയമങ്ങൾ? സ്വാഭാവികമായിട്ടും നമ്മുടെ റൈറ്റ്സ് ഉണ്ട്, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യം, റൈറ്റ്സ്, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും. അതിന്റെ കൂടെ തന്നെ ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ ഒരു സമൂഹമായിട്ട് നമ്മൾ നിലനിൽക്കണമെങ്കിൽ, അതിൻ്റെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, ഒരാളുടെ അവകാശം, ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോകണം. സ്വാഭാവികമായിട്ടും ഒരു സൊസൈറ്റിയുടെ മുന്നോട്ട് കൊണ്ടുപോക്കിന് നമുക്ക് ഈ ഒരു ഓർഡർ ഫോം ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, എൻഫോഴ്സ് ചെയ്യണം, ചില റൂൾസ് വെച്ചിട്ട് എൻഫോഴ്സ് ചെയ്യണം. അതുവഴി നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് സാധ്യമാവും. അതുപോലെ ഇക്വാലിറ്റി അമംഗ് ഈക്വൽസ് എന്നുള്ള പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് ഒരു ഈക്വാലിറ്റി നമുക്ക് സൊസൈറ്റിയിലെ എല്ലാ വ്യക്തികൾക്കും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വീക്കർ സെക്ഷൻ ഉണ്ട്, അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും ഒരു മോഡേൺ സൊസൈറ്റി എന്ന നിലയിൽ മാനവരാശിയുടെ തുടക്കം മുതൽ വീക്കർ സെക്ഷനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു സാമൂഹിക ബോധം നമുക്കുണ്ട്. അത് ലോ വഴി എൻഫോഴ്സ് ചെയ്യുക. അത്യധികമായിട്ട് നമുക്ക് ഒരു സൊസൈറ്റിനെ ബിൽഡ് ചെയ്യാൻ, ഒരു ബെറ്റർ സൊസൈറ്റിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് ഭൗതിക നിയമങ്ങളുണ്ട്, സാമൂഹിക നിയമങ്ങളുണ്ട്. ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ മൊത്തം നിലനിൽപ്പ് നമുക്കറിയാം നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എവ്രി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു നിയമങ്ങളും ആ നിയമത്തിന്റെ ചില റെഗുലേഷൻസും ഭൗതിക നിയമങ്ങളിൽ പോലും നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും സമൂഹത്തിന്റെ ഒരു നല്ല മുന്നോട്ട് പോക്കിന് നിയമങ്ങൾ ആവശ്യമാണ്. ആ നിയമങ്ങളാണെങ്കിലോ ജീവിതത്തിന്റെ മനുഷ്യനിടപെടുന്ന എല്ലാ മേഖലകളിലും ആ നിയമങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമ പഠന മേഖലയ്ക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ അധികം ഡിഫറെന്റ് ഡൈമെൻഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ലോ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ വരുമ്പോൾ ഒരു രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതുപോലെ അതിന്റെ ലെജിസ്ലേറ്റീവ് ആക്ഷൻ തുടങ്ങിയ മേഖലകൾ എങ്ങനെ പ്രവർത്തിക്കണം, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അവകാശം ഉണ്ടാവുമ്പോൾ തന്നെ എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള പരിധികളുണ്ട്. ആ പരിധികളെ കൃത്യമായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുകയും അത് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യണം. അതിൻ്റെതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ലോ മേഖല അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അവകാശങ്ങള് ഹ്യൂമൻ റൈറ്റ് ലോ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എംപ്ലോയർ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ലേബർ ലോസ് നിലനിൽക്കുന്നുണ്ട്. കോർപ്പറേറ്റ് സെക്ടറിലാണെങ്കിൽ ഒരു കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് മുതൽ ആ കമ്പനി ഫോളോ ചെയ്യേണ്ട റെഗുലേഷൻസ് ഉണ്ട്, അത് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ട ഇങ്ങനെയുള്ള കുറെ മേഖലകളുണ്ട്. അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കോർപ്പറേറ്റ് ലോ എന്നുള്ളൊരു സെക്ടർ ഉണ്ട്. പുതിയ കാലഘട്ടത്തിൽ സൈബർ സെക്യൂരിറ്റി, ഇപ്പൊ ഡേറ്റ പ്രൊട്ടക്ഷൻ, അതേപോലെ ഡിജിറ്റൽ വേൾഡിൽ നമ്മളൊരു പാരലൽ വിർച്വൽ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ, സൈബർ സ്പേസിൽ ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്. അതേപോലെ AI ഒക്കെ വരുമ്പോൾ വീണ്ടും ഈ നിയമങ്ങളെ എങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ച് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ക്രൈം പണിഷ്മെന്റുമായിട്ട് പോലെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ക്രിമിനൽ ലോയുടെ ഒരു ഭാഗത്ത്, അതേ സമയത്ത് തന്നെ ആളുകൾ തമ്മിലുള്ള
കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യാനുള്ള, സിവിൽ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാനുള്ള സിവിൽ ലോസ് ഉണ്ട്. പാർട്ടിക്ക് തമ്മിലുള്ള കോൺട്രാക്റ്റുകൾ എങ്ങനെ ഫോം ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഡിസ്കസ് ചെയ്യുന്ന കോൺട്രാക്ട് ലോസ് ഉണ്ട്. പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസിന്റെ പ്രധാനമായിട്ട് അതിന്റെ ഓണർഷിപ്പ്, ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പർട്ടി ലോസ് ഉണ്ട്. മാരേജ്, ഡിവോഴ്സ്, അതുപോലെ ഇൻഹെറിറ്റൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫാമിലി ലോസ് നിലനിൽക്കുന്നുണ്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് IPR ബന്ധപ്പെട്ട പാറ്റന്റ്, നമ്മുടെ കോപ്പി റൈറ്റ് തുടങ്ങിയ മേഖലകളെ ഡിസ്കസ് ചെയ്യുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ് ഉണ്ട്. ടാക്സ് റിലേറ്റഡ് ആയിട്ട് ടാക്സ് ലോസ് ഉണ്ട്. അതുപോലെ നമ്മൾ സസ്റ്റൈനബിൾ എൻവയോൺമെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് പൊല്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന എൻവിറോൺമെന്റൽ ലോസ് ഉണ്ട്. ഇന്റർനാഷണൽ ട്രീറ്റീസ്, പല രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ലോസ് ഉണ്ട്. അങ്ങനെ ഇത് മാത്രമൊന്നുമല്ല, കുറെ അധികം ലോസ് ജീവിതത്തിന്റെ എല്ലാമേ മനുഷ്യൻ എവിടെയൊക്കെ ഇടപെടലുകൾ നടത്തുന്നുണ്ടോ, ഇന്ററാക്ഷൻ നടത്തുന്നുണ്ടോ, ആ മേഖലകളിൽ മൊത്തം ഗവേൺ ചെയ്യുന്ന, അതിനെ പിന്നെ എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ള, അതിനെ കംപ്ലയൻസ് രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കോമൺ പിന്നെ കുറെ ലോസ് നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ ഫോം ചെയ്ത് വെച്ചിട്ട്, അതുകൊണ്ട് തന്നെ നിയമം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഡിഫറെന്റ് ഡയമെൻഷൻസിൽ പോവാം, ഡിഫറെന്റ് കരിയേഴ്സിൽ പോവാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ലോ എന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് പോകേണ്ട ഒരാളാണ്. ആമയ്യ ലോയർ ആക്ച്വലി. അത് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക, ഞാൻ ഏതൊരു കരിയർ എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ളതിന് പ്രധാനമായിട്ടും 3 പിന്നെ അസസ്മെന്റ് ടൂളുകളുണ്ട്. ഒന്ന്, നമ്മുടെ ഇന്റലക്ച്വൽ ബ്രെയിൻ, നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഈ ഒരു പെർട്ടിക്കുലർ കരിയറിന് മാച്ചിങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. 2, പേഴ്സണാലിറ്റി, എൻ്റെ പേഴ്സണാലിറ്റി ഈ കരിയറിലേക്ക് പറ്റിയതാണോ എന്ന് നമ്മൾ ഒരു സെൽഫ് അസസ്മെന്റ് നടത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും അസസ്മെന്റ് ടൂൾ വെച്ചിട്ട് അനലൈസ് ചെയ്യണം. മറ്റൊന്ന്, ഈ കരിയർ എനിക്ക് ഇഷ്ടമാണോ, വെദർ ദിസ് വൊക്കേഷണൽ, ഈ പെർട്ടിക്കുലർ ഏരിയ ഓഫ് പിന്നെ ജോലി എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. ബേസിക്കലി എൻ്റെ ഇന്റലക്ച്വൽ അബിലിറ്റീസ്, എൻ്റെ കോഗ്നിറ്റീവ് പിന്നെ സ്ട്രെങ്ത് ആയിട്ട് മാച്ച് ചെയ്യുന്ന കരിയർ ആയിരിക്കണം ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണാലിറ്റിയുമായിട്ട് പിന്നെ മാച്ച് ചെയ്ത് പോകുന്നതായിരിക്കണം. മൂന്നാമതായിട്ട് ആ ഒരു പെർട്ടിക്കുലർ കരിയർ, അതിൽ ചെയ്യേണ്ട ജോബ്സ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ലോ മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് എന്തൊക്കെയായിരിക്കണം? ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ ആൻഡ് വെർബൽ റീസണിങ് എന്നുള്ള, നമുക്ക് ഈ നിയമ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരിക്കണം. അതിനകത്ത് പറയുന്ന റൂൾസ്, അതിനകത്ത് പറയുന്ന റെഗുലേഷൻസ്, അതിനകത്ത് പറയുന്ന ടെക്നിക്ക്, ലീഗൽ ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റുകളും വായിച്ച് പഠിച്ച് മനസ്സിലാക്കാനുള്ള സ്കിൽ വേണം. നന്നായിട്ട് റീഡിങ് കോംപ്രിഹെൻഷൻ വേണം. രണ്ടാമത്, പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്തിട്ട് അതിന്റെ ബേസിക് ഇഷ്യൂസും ഫാക്ട്സും ലീഗൽ പ്രിൻസിപ്പിൾസും ഐഡന്റിഫൈ ചെയ്യാനും അനലൈസ് ചെയ്യാനും കഴിയണം. അങ്ങനെ മാത്രമല്ല, അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടെത്തുന്ന ഈ ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനും ഒരു ഫൈനൽ ജഡ്ജ്മെന്റിലേക്കും കൺക്ലൂഷനിലേക്കും ഒരു സൊല്യൂഷനിലേക്കും ഈ ഒരു ഫാക്ട്സിനെ ബേസ് ചെയ്ത് നമുക്ക് അതിനെത്തിക്കാനും പറ്റുന്ന ഒരു ടൈപ്പ് കോഗ്നിറ്റീവ് മെന്റൽ അബിലിറ്റീസ് നമുക്ക് ബേസിക്കലി വേണം. ചുരുക്കം പറഞ്ഞാൽ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി, ആ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കണ്ട ഫാക്ട്സിനെ ബേസ് ചെയ്ത് അനാലിസിസ് നടത്തുകയും ആ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ കൺക്ലൂഷനിലേക്ക്, ജഡ്ജ്മെന്റിലേക്ക് നമുക്ക് എത്താനുള്ള പിന്നെ കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ടോ, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടോ, ലോജിക്കൽ റീസണിങ് ഉണ്ടോ, അത്രയും വളരെ പ്രധാനപ്പെട്ട ഈ 3 ഫാക്ട്സ് ഉണ്ടെങ്കിൽ, എബിലിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എബിലിറ്റി വൈസിൽ നമ്മളെ ബ്രെയിൻ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലേക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ മെന്റൽ എബിലിറ്റിക്ക് അപ്പുറത്ത് നമ്മുടെ പേഴ്സണാലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്.
ഈ ലോ കരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു ഉഴപ്പി നടക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കുറെ ഫ്രീ ടൈം ഒക്കെ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ലോ എന്ന കരിയർ അത്ര മാച്ചിങ് ആയിരിക്കില്ല. ആ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണ് ഈ ഒരു പെർട്ടിക്കുലർ മേഖലയിലേക്ക് വരേണ്ടത്. അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്ക് വേണം. മാത്രമല്ല, പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പൺനെസ്, പുതിയ എക്സ്പീരിയൻസിലേക്ക് പിന്നെ മൈൻഡിനെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും വളരെ ചടുലമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ടു എക്സ്പെരിമെന്റ് ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും, പുതിയ ലോസ് വരുമ്പോൾ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാനും, പുതിയ ടെക്നോളജി വരുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് നമുക്ക് വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, പല കാറ്റഗറി ആളുകളുണ്ട്. ചില ആളുകൾ സ്വന്തമായിട്ട് ഒരിടത്തിരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും. ചില ആളുകൾ ഒരു പിന്നെ സൊസൈറ്റിനോട്, ആളുകളോട് നെഗോഷിയേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് പിന്നെ അതിൽ എൻജോയ് കണ്ടെത്തുന്ന ആളായിരിക്കും. നിങ്ങൾ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ എൻജോയിങ് ദാറ്റ്, ദെൻ അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം. പിന്നെ ജഡ്ജൊക്കെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിഫറെന്റ് ആസ്പെക്റ്റുകളെ, ആർഗ്യുമെന്റുകളെ മനസ്സിലാക്കാനും ആ ആർഗ്യുമെന്റുകളെ അൺബയാസോട് കൂടി ഫാക്ട്സിനെ ബേസ് ചെയ്ത് ജഡ്ജ് ചെയ്യാനും ഒരു കോമൺ പിന്നെ സൊല്യൂഷനിലേക്ക് വരാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മെന്റലി വീക്കായ ഒരു പേഴ്സണാലിറ്റി, ഇമോഷണൽ ഇന്റലിജൻസ് നന്നായിട്ടുള്ള ആളായിരിക്കും. അത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് പണ്ട് നമ്മുടെ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് വന്ന ഒരു ചെറിയ കാര്യം എന്റെ മനസ്സിലേക്ക് വരും. അദ്ദേഹം ഒരിക്കല് ഒരു ജയില് സന്ദർശിക്കാൻ പോകുമ്പോൾ ജയിലിനകത്ത് ഒരു ലൈബ്രറി ഉണ്ട്. അപ്പൊ ലൈബ്രറിയിൽ ലൈബ്രറി ബുക്സ് മാനേജ് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ജയിലിനകത്ത് അദ്ദേഹത്തിന് അസൈൻ ചെയ്ത ജോലിയാണ്. അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ക്രൈമാണ് ചെയ്തത്? അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരാളെ കൊന്നു. അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട്, അപ്പൊ നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം, നല്ല സാഹിത്യമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള, അങ്ങനെ അതുകൊണ്ടാണ് ലൈബ്രറിയിൽ അദ്ദേഹം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് കൊന്നത്? അപ്പോൾ അദ്ദേഹം ഉത്തരം പറയുന്നത്, ഞാൻ എൻ്റെ ഭാര്യയെയാണ് കൊന്നത്. ആ ഒരു ഒറ്റ ഉത്തരം കേട്ടതോടുകൂടെ നമ്മുടെ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹം പറയുന്നത്, ഞാൻ പൂർണ്ണമായിട്ട് നിശബ്ദനായി പോയി. പിന്നെ എനിക്ക് ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മൾ ഒരുപക്ഷെ നല്ല റൈറ്റർക്ക് ഇങ്ങനെയുള്ളൊരു ഇമോഷണൽ ഇന്റലിജൻസ് വേണമെന്നുണ്ടായിരിക്കില്ല. അദ്ദേഹം ചിലപ്പോൾ മെന്റലി വീക്ക് ആയാലും കുഴപ്പമുണ്ടായിരിക്കില്ല. പക്ഷേ ഇഫ് യു ആർ ഇൻ ടു ദ കരിയർ, ഒരു ജഡ്ജ്, ഒരു അഡ്വക്കേറ്റ് പോലെയുള്ള ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ മെന്റലി സ്ട്രോങ് ആയിരിക്കണം. ഒരു ക്രൈം ചെയ്ത്, ഒരു കൊലപാതകം ചെയ്തിട്ട് ഒരു ക്ലയന്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ മെന്റൽ സ്റ്റെബിലിറ്റിയോട് കൂടി, നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റിയോട് കൂടി കേൾക്കാനും അതിന്റെ ലീഗൽ ഫാക്ട്സും എവിഡൻസസും ഒക്കെ ബേസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനുള്ളൊരു മെന്റൽ സ്ട്രെങ്ത് ഉള്ള ഒരാളെ, പേഴ്സണാലിറ്റിയെ ഈ ഒരു പെർട്ടിക്കുലർ കരിയറിലേക്ക് വരാവും. പിന്നെ മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ജോലി നമുക്ക് ഇഷ്ടമാണ്. വൊക്കേഷണൽ ഇൻട്രസ്റ്റ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഈ കരിയർ എനിക്ക് ഇഷ്ടമാണ്. എന്തൊക്കെ എനിക്ക് ഇഷ്ടമാണ്? ഞാൻ പ്രോബ്ലംസ് അനലൈസ് ചെയ്യുമ്പോൾ എൻജോയ്മെന്റ് കണ്ടെത്തുന്നുണ്ടോ? ഞാൻ ഫാക്ട്സ് അനലൈസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയും അതിന്റെ നീതിയും ന്യായവും പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ആം ഐ റിയലി എൻജോയിങ് ഇറ്റ്. മൂന്നാമതായിട്ട്, അങ്ങനെ ഫൈനലി ഞാനൊരു പോസിബിൾ സൊല്യൂഷൻ കണ്ടെത്തുകയും അതിനെ ആർഗ്യൂ ചെയ്തിട്ട് അതിനെ സ്ഥാപിക്കാനുള്ളൊരു എന്റർപ്രൈസിങ് മനോഭാവം, ഒരു ലീഡർഷിപ്പ് മനോഭാവത്തിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 ആസ്പെക്റ്റുകളും, ബേസിക്കലി നമ്മുടെ കൊഗ്നേറ്റീവ് എബിലിറ്റീസ്, അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി ഏത് ടൈപ്പാണ്, ഞാൻ റിയലി ഈ ഒരു ജോലി എൻജോയ് ചെയ്യുന്നുണ്ടോ, ഈസ് ഇറ്റ് റിയലി ഇൻട്രസ്റ്റിംഗ് ടു മീ,
ഈ 3 ആസ്പെക്റ്റുകളിൽ നമ്മൾ സെൽഫ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയും ഇങ്ങനെയുള്ള താല്പര്യങ്ങളും ഇങ്ങനെയുള്ള കോഗ്നേറ്റീവ് അബിലിറ്റീസും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കരിയറാണ് ലോ. ഇനി നമ്മൾ ലോ റിലേറ്റഡ് കരിയേഴ്സിലേക്കാണ് പോകുന്നത്. അലി സർ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ഡിസ്കസ് ചെയ്യും. സർ, അലി സർ പ്ലീസ്. ഓക്കെ, താങ്ക് യു സർ. എന്നെ കേൾക്കാമോ? കേൾക്കാം സർ, കേൾക്കാം. താങ്ക് യു. ഡിയർ ടീം മെമ്പേഴ്സ്, CGSEയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ നിയമപഠനവുമായി ബന്ധപ്പെട്ട് നിയമപഠനവും അതിന്റെ സാധ്യതകളുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സെഷനിൽ നിയമപഠനം, അതിന്റെ പ്രാധാന്യം, നിയമപഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലികളിലേക്ക് പോകുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽ സെറ്റുകൾ, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഇതിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് നൗഷാദ് സാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നിയമം പഠിച്ചാൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ ജോലി സാധ്യതകൾ, കരിയർ എന്തൊക്കെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. പൊതുവെ നമുക്കറിയാം, നമ്മള് നിയമം പഠിക്കുന്ന ഒരാള് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രം, കോടതിയിൽ പോയി കറുത്ത ഗൗണിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിന്റെ ഒരു ചിത്രമാണ് നമുക്ക് എല്ലാ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരിക. എന്ന് പറഞ്ഞാല് ലോ എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലെങ്കിൽ LLB എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഈ കോഴ്സ് ആകെ ശരിക്കും പറഞ്ഞാൽ ഒരു വക്കീലിന്റെ ജോലി എന്ന പരിമിതമായ അർത്ഥത്തിലാണ് പൊതുസമൂഹവും നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാനും പഠിക്കാനും തയ്യാറായാൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകളുടെ കൂട്ടത്തിൽ വെച്ച് വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക്, ഒരുപാട് മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും വൈവിധ്യങ്ങളായ തൊഴിൽ സാധ്യതകളും കരിയർ അവന്യൂസും ഒക്കെ തുറന്നു കിട്ടുന്ന ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ ലോ പഠനമെന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഞാൻ ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരിയർ സാധ്യതകൾ 6 ഹെഡിങ്ങുകളിൽ നിങ്ങളൊന്ന് ജസ്റ്റ് അവതരിപ്പിക്കാം. ഒന്നാമത്തെ നമുക്ക് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ജോബുകളാണ്. ഈ സ്ലൈഡിൽ കാണാം. ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ലോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ 3 അടിസ്ഥാനങ്ങളാണ്. അതിൽ ഒന്ന് ലെജിസ്ലേച്ചർ, മറ്റൊന്ന് എക്സിക്യൂട്ടീവ്, മൂന്നാമത്തെ ജുഡീഷ്യറി. അപ്പൊ ഈ ജുഡീഷ്യറി എന്ന് പറയുന്ന നീതിന്യായ സംവിധാനത്തിന്റെ കോറായിട്ടുള്ള ജുഡീഷ്യൽ ജോബുകൾ, അതായത് ജഡ്ജിൽ നിന്ന് തുടങ്ങി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് മുതൽ നമ്മുടെ ലോവർ കോടതികളിലെ ജഡ്ജ് ഉൾപ്പെടെയുള്ള ജുഡീഷ്യൽ മേഖലയിലെ ഏറ്റവും ഉയർന്ന ജഡ്ജ് ആയിട്ടുള്ള ഒരു ജോലി, ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു പോസിബിലിറ്റി ആയിട്ട് നമുക്ക് കൂടി പറയാൻ പറ്റുക. അപ്പോ അത് കൂടാതെ തന്നെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചേർത്ത് വായിക്കേണ്ട അതുമായി ബന്ധപ്പെട്ട ജോലികളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ഒരു ജോലി ഉണ്ട്. നമുക്കറിയാം, ഒരു സംസ്ഥാനത്തിന്റെ ക്രിമിനൽ കേസുകൾക്ക് വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി ഹാജരാകുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റിനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഗവൺമെന്റ് പ്ലീഡേഴ്സ് ഉണ്ട്. നമുക്ക് സിവിൽ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾക്ക് വേണ്ടി സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനാണ് ഗവൺമെന്റ് പ്ലീഡർ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അറ്റോർണി ജനറൽ ഉണ്ട്. അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഹയസ്റ്റ് ലീഗൽ അഡ്വൈസർ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ്. സ്റ്റേറ്റിലേക്ക് വന്നാൽ, സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ നമുക്ക് അഡ്വക്കേറ്റ് ജനറൽമാരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ തുടങ്ങി നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ ജുഡീഷ്യറിയുടെ തലപ്പത്ത് നീതിന്യായ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈവിധ്യങ്ങളായ, വ്യത്യസ്തങ്ങളായ, ശ്രദ്ധേയമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു വലിയ നിര നമുക്ക് ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുണ്ട്. ഇതെല്ലാം ഈ ലോ പഠനത്തിലൂടെ സാധ്യമാകുന്ന ജോലികളാണ്. കൂടാതെ നമ്മൾ വീണ്ടും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇന്ത്യയിൽ ലോ ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മിനിസ്ട്രി തന്നെ ഉണ്ട്. ആ മിനിസ്ട്രിയുടെ കീഴിൽ ലീഗൽ അഡ്വൈസർമാർ, ലോ ഓഫീസർമാർ തുടങ്ങി നിരവധി നിയമ വിദഗ്ധരായ ആളുകൾക്ക് അവിടെ സാധ്യതയുണ്ട്.
അതുപോലെ നമ്മുടെ സർക്കാരിന്റെ ഗവൺമെന്റിന്റെയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, ഈ സ്ഥാപനങ്ങളിലെല്ലാം ലോ പഠിച്ച ആളുകൾക്ക് നിരവധി അവസരങ്ങളുണ്ട്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ONGC, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, അങ്ങനെ തുടങ്ങി ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം ലോകൾക്ക് ലീഗൽ ഓഫീസർമാര്, കോർപ്പറേറ്റ് കൗൺസിൽമാര്, അതുപോലെ കോൺട്രാക്ട് ആൻഡ് ജോലികൾ, ഇത്തരത്തിലുള്ള ജോലികൾ അവൈലബിൾ ആണ്. മറ്റൊന്ന് നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള പിന്നെ റെഗുലേറ്ററി ബോഡീസ്. ഉദാഹരണം പറഞ്ഞാല് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതൽ സെക്രട്ടറി അതോറിറ്റി എന്നൊക്കെ പറയുന്ന നമ്മുടെ രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയെയും ഫൈനാൻസ് മേഖലയെയും ധനകാര്യ മേഖലയെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ അപെക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിസ്റ്റ് വരുന്ന ഈ സ്ഥാപനങ്ങളിലൊക്കെയും ലോ പഠിച്ച ആളുകൾക്ക് നിരവധി അവസരങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാങ്കിങ് മേഖലയിലേക്ക് വന്നാൽ ബാങ്കിങ് ഇൻഷുറൻസ് ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടർ സെപ്പറേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ദേശസാൽകൃത ബാങ്കുകളിലും അതുകൂടാതെ എല്ലാ പ്രൈവറ്റ് ബാങ്കുകളിലും പിന്നെ നിരവധി അഡ്വക്കേറ്റുമാർക്ക് അല്ലെങ്കിൽ ലോ പഠിച്ച ആളുകൾക്ക് ലീഗൽ ഓഫീസർ ആയിക്കൊണ്ട്, ലീഗൽ കൺസൾട്ടന്റ് ആയിക്കൊണ്ട്, ഡെറ്റ് റിക്കവറി ആൻഡ് ലിറ്റിഗേഷൻ പ്രോസസ് ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലികൾ ചെയ്യുന്ന നിയമപഠനം പൂർത്തിയാക്കിയ ഒരുപാട് ആളുകൾക്ക് ആ മേഖലയിൽ അവസരമുണ്ട്. പിന്നീട് അങ്ങോട്ട് പോയാൽ നമ്മുടെ രാജ്യത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികൾ ആയിട്ടുള്ള, അതുപോലെ എൻഫോഴ്സ്മെന്റ് ഏജൻസികളായിട്ടുള്ള CBI, അതുപോലെ എൻഫോഴ്സ്മെന്റുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികൾ, അതുപോലെ എൻഫോഴ്സ്മെന്റ് ഏജൻസികളിലൊക്കെയും നിയമവിരുദ്ധധാരികൾക്ക് ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ലീഗൽ ഓഫീസറായിട്ടും അതുപോലെ പ്രോസിക്യൂട്ടേഴ്സ് ഒക്കെ ആയിട്ട്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ രാജ്യത്തെ ഡിഫൻസ് മേഖലയിൽ ആർമി, നേവി, അതുപോലെ എയർഫോഴ്സ്, ഈ 3 വിങ്ങുകൾ ഉൾപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന, നമ്മുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഈ ഡിഫൻസ് ഫോഴ്സിൽ നിരവധി അവസരങ്ങൾ, അഥവാ മിലിറ്ററി ലോയർ ആൻഡ് ഓഫീസർ, അതുപോലെ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ ഒക്കെ പോലെയുള്ള പിന്നെ കോർട്ട് മാർഷൽ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാരുടെ, അതുപോലെ ലോയർമാരുടെ, അഡ്വക്കേറ്റുമാരുടെ, നിയമവിദഗ്ധരുടെ ഒക്കെ ഒരു വലിയ അവസരം നമ്മുടെ ഡിഫൻസ് ആൻഡ് ആംഡ് ഫോഴ്സസ് മേഖലയിൽ അവസരങ്ങളുണ്ട്. അതുപോലെ കോർപ്പറേറ്റ് മേഖലയിലേക്ക് വന്നാൽ നമുക്കറിയാം, കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് കരിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീണ്ട, ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ലൈഡുകളിൽ ഞാൻ ഈ പറയുന്ന പേരുകളിലുള്ള പല പല തസ്തികകളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പൊതുവായിട്ട് ഈ ഓരോ സെക്ടർ വൈസ് ഉള്ള കരിയേഴ്സിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അതിനകത്ത് ബന്ധപ്പെട്ട കരിയറുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ സ്ലൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് കരിയേഴ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് കോർപ്പറേറ്റ് ലോയർ, അതുപോലെ ലീഗൽ കൺസൾട്ടന്റ്, കംപ്ലയൻസ് ഓഫീസർ, അതുപോലെ കോൺട്രാക്ട് സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ നിരവധി പോസ്റ്റുകൾ, വ്യത്യസ്തങ്ങളായ പോസ്റ്റുകളിലാണ് അല്ലെങ്കിൽ നാമങ്ങളിലാണ് ഓരോ സ്ഥാപനങ്ങളിലെയും ഇത്തരം ജോലികളുടെ പോസ്റ്റുകൾ അറിയപ്പെടുന്നത്. പിന്നെ ഇന്ത്യയിലെ നിരവധി ലോ ഫേംസുകളുണ്ട്. ഈ ലോ ഫേംസുകളിൽ നിയമം പഠിച്ച അഡ്വക്കേറ്റുമാർക്ക് വലിയ സാധ്യതയുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികൾ, നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ, ഈ കമ്പനികളിലൊക്കെയും പിന്നെ നിയമപരമായി ബന്ധപ്പെട്ട സേവന വേതന വ്യവസ്ഥകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ആയിട്ട് നിരവധി നിയമവിദഗ്ധരുടെയും ലീഗൽ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള അഡ്വക്കേറ്റ്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അവസരങ്ങളുണ്ട്. കുറച്ചുകൂടി വിശാലമായി നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഇന്റർനാഷണൽ കരിയേഴ്സ് എന്ന നിലയിൽ നമ്മുടെ അന്താരാഷ്ട്ര WTO തുടങ്ങിയ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇവിടെ എല്ലാം ഇന്റർനാഷണൽ ലോയർ, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് അഡ്വക്കേറ്റ്, പോളിസി അഡ്വൈസർ എന്നൊക്കെ പേരുള്ള തസ്തികയിലുള്ള നിരവധി തൊഴിലവസരങ്ങൾ നിയമം പഠിച്ച വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ട്. ഇനി നിങ്ങളൊരു ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി സർവകലാശാലകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, സർക്കാർ കോളേജുകൾ, ഓട്ടോണമസ് ലോ കോളേജുകൾ, അതുപോലെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ തുടങ്ങി നമ്മുടെ രാജ്യത്ത് 100 കണക്കിന്
ലോ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ഈ കോളേജിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പ്രൊഫസർ മുതൽ താഴേക്ക് വരെയുള്ള നിരവധി അധ്യാപക ജോലികളിൽ നിങ്ങൾക്ക് നിരവധി അവസരങ്ങളുണ്ട്. രാജ്യത്തിന്റെ വെളിയിൽ, ഇന്ത്യക്ക് വെളിയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് പിന്നെ പ്രൊഫസർമാരും അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ അങ്ങനത്തെ തസ്തികകളിലേക്ക് പോലെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നമുക്ക് ലോ പഠിച്ചാൽ അവസരങ്ങളുണ്ട്. പിന്നെ നമ്മൾ കേരള PSC വന്നു കഴിഞ്ഞാൽ കേരള PSC ലീഗൽ അസിസ്റ്റന്റ്, ലോ ഓഫീസർ തുടങ്ങി സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ, ഉദാഹരണം പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിലെ ലീഗൽ അസിസ്റ്റന്റുമാർക്ക് ലോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് വിങ് തന്നെ സെക്രട്ടേറിയറ്റിലുണ്ട്. അതുകൂടാതെ നമ്മുടെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അതുപോലെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും നിയമ വിദഗ്ധരായിട്ടുള്ള LLB കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ലോ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് തൊഴിലവസരങ്ങളുണ്ട്. അതിന്റെ പിന്നെ പേരുകളൊക്കെയാണ് കാണിച്ചിട്ട് ലോ അക്കാഡമിക് ആൻഡ് റിസർച്ച് മേഖലയിലുള്ള ലോ പ്രൊഫസർ അതുപോലുള്ള ആളുകളുടെ വിശദാംശങ്ങൾ സ്ലൈഡിലുണ്ട്. പക്ഷേ സാറെ സ്ക്രീൻ ഒന്നുകൂടെ ഷെയർ ചെയ്യോ? ഷെയർഡ് ആണല്ലോ സാറേ, കാണുന്നില്ല. ഒന്ന് ഔട്ടായി പോയല്ലോ. ഓക്കെയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വ്യത്യസ്തങ്ങളായ തൊഴിലുകളുടെ മേഖലകളിലുള്ള കാര്യങ്ങളാണ്. അക്കാഡമിക് ആൻഡ് റിസർച്ചിൽ ലീഗൽ റിസർച്ച്, അതുപോലെ ലോ പ്രൊഫസർ, പിന്നെ അതുപോലെ മറ്റൊരു പിന്നെ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഹലോ, സൗണ്ട് ബ്രേക്ക് ആണ് സാറേ. ഹലോ, കുറച്ച് സൗണ്ട് ബ്രേക്ക് ആയ പോലെ തോന്നുന്നു. എനിക്ക് മാത്രമാണെന്ന് അറിഞ്ഞൂടാ. സാർ കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. അപ്പോ സാറേ ഇപ്പൊ ലാസ്റ്റ് 2 സ്ലൈഡിലേക്ക് ഒന്ന് വിടാമോ? ആർബിട്രേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. ഇതാ ലാസ്റ്റ് കാണുന്നില്ലേ സാറേ? അതെ. അപ്പൊ ആർബിട്രേറ്റർ എന്ന നിലയിൽ, അതുപോലെ മീഡിയേറ്റർ, അതായത് നിയമം പഠിച്ച പിന്നെ എൻറോൾ ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റുമാരും മീഡിയേറ്ററും ആർബിട്രേറ്റർ ആയി നിന്നുകൊണ്ട് ഫാമിലി മാറ്റേഴ്സ്, അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളുടെ തർക്കങ്ങൾ, അതുപോലെ പ്രശ്നങ്ങളൊക്കെ കോടതിക്ക് വെളിയിൽ പരിഹരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ, അതിലൊക്കെ ജോലികൾ. അതുപോലെ നോട്ടറി പബ്ലിക് എന്ന് പറയുന്ന മറ്റൊരു ജോലിയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഡോക്യുമെന്റ്സുകളൊക്കെ അറ്റസ്റ്റ് ചെയ്യുന്ന പിന്നെ നിയമം പഠിച്ച LLB ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് കിട്ടുന്ന മറ്റൊരു പൊസിഷൻ ആണത്. അത് കഴിഞ്ഞാല് പിന്നെ ലീഗൽ ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ സ്പെഷ്യലിസ്റ്റുകൾ. ജേർണലിസം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ ജേർണലിസത്തിൽ പ്രത്യേകിച്ചുണ്ട്. നിയമ സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പിന്നെ പത്രപ്രവർത്തനവും മീഡിയ പ്രവർത്തനവും നടത്താൻ കഴിയുന്ന ലീഗൽ ജേർണലിസ്റ്റുകൾ, അതുപോലെ ലീഗൽ കണ്ടന്റ് റൈറ്റർ, അതുപോലെ ലീഗൽ അനലിസ്റ്റ്, ലീഗൽ എഡിറ്റർ ഒക്കെ തുടങ്ങിയ കുറെ മേഖലകൾ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്നാല് ഈ നമ്മുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ മേഖലയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ലീഡേഴ്സ് ആവാൻ താല്പര്യമുണ്ട്, രാഷ്ട്രീയത്തില് നിങ്ങൾക്ക് മത്സരിക്കാനൊക്കെ താല്പര്യമുള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, നമ്മുടെയൊക്കെ നാട്ടിലെ പ്രമുഖരായ മിക്ക MLA-മാരും നിയമം പഠിച്ച അഡ്വക്കേറ്റുമാരായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസിന്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് നിയമത്തിലുള്ള പരിജ്ഞാനം നിങ്ങളെ സഹായിക്കും. അപ്പൊ ആ ഒരു കാര്യത്തിൽ അത് പിന്നെ നിയമം പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തൊഴിൽ സാധ്യതയും ഒരു കരിയർ കെട്ടിപ്പടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇത് കൂടാതെ എമർജിങ് കരിയേഴ്സ് ആയിക്കൊണ്ട് കുറെ പുതിയ ജോലികൾ, സൈബർ ലോയർ, അതുപോലെ എൻവയോൺമെന്റൽ ലോയർ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയർ, ഹ്യൂമൻ റൈറ്റ്സ് ലോയർ തുടങ്ങിയ സൈബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതുപോലെ പരിസ്ഥിതി നിയമങ്ങളുമായി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അതുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, നമ്മുടെ ഈ എന്താ പറയുക, ഈ IPR കൈകാര്യം ചെയ്യുന്നു. അത്തരം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയർ, നമ്മുടെ ട്രേഡ് മാർക്കുകൾ, കോപ്പി റൈറ്റ്സുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അതുപോലെ എക്സ്പേർട്ടുകൾ, ഹ്യൂമൻ റൈറ്റ്സ് ലോയർമാര്, ടാക്സ് ലോയർ, അതുപോലെ ലേബർ ലോയർ, ക്രിമിനൽ ലോയർ, അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഫാമിലി ലോയർ, ഫാമിലി മാറ്റേഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ കേസുകൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു കോടതിയാണ് കുടുംബ കോടതികൾ. അപ്പൊ അവിടെ ഫാമിലി ലോയർമാര്, ഇമിഗ്രേഷൻ ലോയർ, അതുപോലെ ഇന്റർനാഷണൽ ലോയർ, സ്പോർട്സ് ലോയർ ഒക്കെ തുടങ്ങിയ ഒരുപാട് പുതിയ സ്പെഷ്യലൈസേഷനുകൾ ഈ നിയമമേഖലയിൽ ഇപ്പോൾ പുതുതായിട്ട് കടന്നു വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വിശാലമായി ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് രാജ്യത്തിനകത്തും പുറത്തും സർക്കാർ മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും അതുപോലെ
സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാനൊക്കെ കഴിയുന്ന അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരുപാട് തൊഴിൽ സാധ്യതകൾ തുറന്നു തരുന്ന വിശാലമായ ഒരു ഏരിയയാണ് യഥാർത്ഥത്തിൽ നിയമപഠനം എന്ന് പറയുന്നത്. അപ്പൊ ആ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ട്രഡീഷണലായി നിയമം പഠിച്ചാൽ കോട്ടിട്ട് കോടതിയിൽ പോകുന്ന ഒരാളെ എന്ന ഒരു ചെറിയ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം ഇത്രയും വിശാലമായ അർത്ഥത്തിൽ, ഞാനതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ സമയപരിമിതി കൊണ്ട് ഒഴിവാക്കിയിട്ടാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും വിശാലമായ ഒരു ഏരിയ നമ്മുടെ മുന്നിലുണ്ട് എന്ന് ഈ വെബിനാർ കേൾക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം. അപ്പൊ അത്രയും സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആ വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനി തുടർന്നുള്ള ഇതിന്റെ കരിയർ പാത്വേസിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ള യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട്സിലെ LLM വിദ്യാർത്ഥിനി മന്ന സൈമൺ അബ്രഹാം ഉണ്ട്. അവര് പ്രാക്ടീസിംഗ് അഡ്വക്കേറ്റ് കൂടിയാണ്. ഞാൻ സ്നേഹപൂർവ്വം മന്നയെ ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ. മന്ന ഒന്ന് സെൽഫ് ഇൻട്രോ കൊടുക്കുകയും കൂടെ ചെയ്യേ. ഷുവർ സർ. എൻ്റെ പേര് മന്ന സൈമൺ അബ്രഹാം. അപ്പം ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു LLB വിദ്യാർത്ഥിനിയായിരുന്നു. ഇപ്പം LLM ചെയ്യുന്നു. LLM-ഉം MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെയാണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണ് പത്തനംതിട്ടയിൽ. ആൻഡ് ഐ ഓൾസോ ടേക്ക് ട്യൂഷൻസ് ഫോർ LLB സ്റ്റുഡൻസ്. അപ്പോൾ ഇത്രയും ഒക്കെയാണ് എൻ്റെ ഒരു ചെറിയൊരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനൊരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് തന്നെ ഒരു വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഒരു 10 years ബാക്ക് ഇങ്ങനൊരു സെഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് കുട്ടികൾ ലോയിൽ വന്നേനെ. സോ ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഈ ലോ എന്ന് പറയുന്ന ഫീൽഡ് എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നി ജോയിൻ ചെയ്ത ഒരാളാണ് ഞാൻ. ഒരുപാട് പേർക്ക് അതിനോട് ഒരു ക്യൂരിയോസിറ്റി കാണും. എന്താണ് ലോ? എല്ലാവരും വിചാരിക്കുന്നത് എന്താ, പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്, അതായത് കോടതിയിൽ പോകുന്ന ഒരു വക്കീൽ മാത്രമാണ് LLB പഠിച്ചാൽ കിട്ടുക, അല്ലെ അത് മാത്രം ഒരു ജോലി ഉണ്ടാവുള്ളൂ, വരുമാനം ഉണ്ടാവില്ല. അതൊക്കെ അതിൻ്റെ ഒരു റിയാലിറ്റി ആണ്. എങ്കിൽ പോലും ഓൾവേസ് റിമെമ്പർ ലോയിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം അലി സാറും അതേപോലെ നൗഷാദ് സാറും പറഞ്ഞതുപോലെ ഒരുപാട് ഏരിയാസ് ഉള്ള ഒരു ഫീൽഡാണ് ഇപ്പം ലോ എന്ന് പറയുന്നത്. സോ LLB എടുത്തുകൊണ്ട് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബീറ്റ് ബാങ്ക്, ഗവൺമെന്റിലായിക്കോട്ടെ, പ്രൈവറ്റിലായിക്കോട്ടെ, പ്രൊഫസർ ആയിക്കോട്ടെ, ഔട്ട് ഓഫ് കൺട്രി പോകാനാണേലും ലോയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അലി സാർ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പറഞ്ഞു തന്നു. സോ അതിന്റെ കുറച്ച് സെലക്റ്റഡ് ആയിട്ട് വളരെ കോമൺ ആയിട്ടും വളരെ ഫാസിനേഷൻ ഉള്ള കുറച്ച് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഞാൻ നോക്കുന്നത്. അപ്പം വക്കീലിട്ട് കോട്ടിട്ട് കോടതിയിൽ പോകാന്ന് മാത്രമല്ല, there are a lot of career opportunities that is awaiting you. So നല്ല സ്കിൽ സെറ്റ് ഉള്ള അല്ലെ സ്കിൽ സെറ്റ് നമ്മൾ ഫ്രെയിം ചെയ്യേണ്ട കുറെ കുട്ടികളൊക്കെ ഈ ഒരു പ്രൊഫഷനിൽ ജോയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. സോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് സ്ലൈഡ് യു സീ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്, ആസ് യു നോ LLB പഠിച്ചിട്ട് നമ്മൾ ആദ്യം അഡ്വക്കേറ്റ് എന്ന് ഐ ആം ആൻ അഡ്വക്കേറ്റ് ആസ് വെൽ. അപ്പൊ നമ്മൾ LLB പഠിച്ചതിന് ശേഷം ഒരു നല്ലൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB പാസ്സാകുക. സോ LLB എന്ന് പറയുന്നത് 3 years ഉണ്ട്, 3 years വരുന്നതുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുക. ആൻഡ് ദെൻ യു ഗോ ഫോർ LLB. അപ്പൊ 3 years ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ LLB ഈസ് ഓൾവേസ് അക്കംപനീഡ് വിത്ത് ഡിഗ്രി കോഴ്സ്. അതല്ല, ഇപ്പൊ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ട്. ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ കൂടെ ഒരു ഡിഗ്രി കോഴ്സും കൂടെ കാണും. സോ ഡിഗ്രി വിത്ത് LLB. സോ ദർ ആർ BA LLB ഉണ്ട്, BCom LLB ഉണ്ട്, BSc LLB ഉണ്ട്. സം കോളേജസിലാണെങ്കിൽ ഔട്ട് ഓഫ് കേരള BTech LLB ഉണ്ട്. സോ BBA LLB ഉണ്ട്. സോ ദർ ആർ മെനി ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ഓഫ് LLB. അപ്പം LLB പല വിധത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ LLB എടുക്കുക എന്നുള്ളതാണ് ഒരു അഡ്വക്കേറ്റ് ആകേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ കോഴ്സ്, കോളേജ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു സ്റ്റേജ് ആണ് ബാർ എൻറോൾമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ കേരളത്തില് ബാർ കൗൺസിൽ ഓഫ് കേരളയാണുള്ളത്. അപ്പം ഇഫ് യു കേരളത്തിലാണ് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളത് എങ്കിൽ നിങ്ങൾ കേരള ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്യണം. അതൊരു സെറമണി ആയിട്ട് കേരള ഹൈക്കോർട്ടിലാണ് നടത്തുക. സോ അവിടെ അതിനെയാണ് എൻറോൾമെന്റ് എന്ന് പറയാം. അതല്ല വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ യു ഹാവ് ടു എൻറോൾ ദെയർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട്, ദാറ്റ് ഇസ് AIB എന്ന് ഷോർട്ട് ഫോമിൽ പറയും. ദാറ്റ് ഇസ് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ. സോ ഇത് കണ്ടിന്യൂസ് പ്രാക്ടീസ്, നമ്മളൊരു കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സാമിനേഷൻ അത്യാവശ്യമാണ്. സോ ആഫ്റ്റർ യുവർ LLB എൻറോൾ ചെയ്തതിന് ശേഷം യു ഹാവ് ടു റൈറ്റ് ആൻഡ് പാസ് ദിസ് എക്സാം.
കേട്ടോ. ആ എക്സാമും ക്ലിയർ ചെയ്തതിന് മാത്രമേ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ എയ്ബ് എക്സാം, നമ്മൾ എന്താ ഒരു ജൂനിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ജൂനിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 3-5 years ഒക്കെ ജൂനിയർ ആയിട്ട് ഒരു സീനിയറിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് ദാറ്റ് ഇസ് എസെൻഷ്യൽ. നിങ്ങളുടെ സ്കിൽ സെറ്റ് കുറച്ചും കൂടെ ഒന്ന് പോളിഷ് ചെയ്യാൻ അത്യാവശ്യമാണ് ജൂനിയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ആൻഡ് ദെൻ ഒരു ആഫ്റ്റർ 10 years യു ബിക്കം എ സീനിയർ യുവർ സെൽഫ്. പിന്നെ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഓഫീസ് ഇട്ട് തുടങ്ങാം. സോ ഇങ്ങനെയാണ് ഒരു അഡ്വക്കേറ്റിന്റെ ഒരു ജനറൽ ഒരു ചെറിയൊരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ ലീഗൽ അഡ്വൈസർ ആൻഡ് ആർബിട്രേറ്റർ. ഇതൊരു പുതിയ എമർജിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് കേട്ടോ. ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് ബേസിക്കലി പ്രൈവറ്റ് എൻറ്റിറ്റീസിലാണ് ലീഗൽ അഡ്വൈസർ ഉള്ളത്. ആർബിട്രേറ്റർ എന്ന് പറയുന്നത് അലിസാർ നേരത്തെ പറഞ്ഞതുപോലെ ADR, ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, അതായത് ഔട്ട് ഓഫ് കോർട്ട്. അപ്പം നമുക്കറിയുന്നത് പോലെ കോടതിയിലാണ് എല്ലാ കേസുകളും ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. പക്ഷെ ഇപ്പൊ ഒരു പുതിയ ഒരു റെസൊല്യൂഷൻ മെത്തേഡാണ് ഔട്ട്സൈഡ് ദ കോർട്ട്, ഓൾട്ടർനേറ്റീവ്. അപ്പം കോടതിയിൽ പോകാതെ തന്നെ കുറെ ഡിസ്പ്യൂട്ട്സ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. അതിൽ വരുന്നതാണ് മീഡിയേഷൻ, ആർബിട്രേഷൻ ഒക്കെ. അപ്പൊ യു ക്യാൻ ബിക്കം എൻ ആർബിട്രേറ്റർ ഓൾസോ. അതിന് കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ബേസിക്കലി LLM ഇൻ ആർബിട്രേഷൻ. അപ്പൊ LLM എന്ന് പറയുന്നത് ഇതിന്റെ മാസ്റ്റേഴ്സ് ആണ്. സോ അങ്ങനെ പ്രൈവറ്റ് എൻറ്റിറ്റീസിൽ നമുക്ക് ലീഗൽ അഡ്വൈസർ ആയിട്ട് ജോബ് കിട്ടും, അതേപോലെ തന്നെ ആർബിട്രേറ്റർ. ആൻഡ് നെക്സ്റ്റ് സ്ലൈഡിൽ വരികയാണേലും ദാറ്റ് ഈസ് റിഗാർഡിംഗ് കോർപ്പറേറ്റ്. സർ നെക്സ്റ്റ് സ്ലൈഡ്, തേർഡ് സ്ലൈഡിൽ കാണുന്നില്ല. ഇല്ല ഓക്കെ. കോർപ്പറേറ്റ് ലോയർ. കോർപ്പറേറ്റ് ലോയർ വളരെ ഒരു എമർജിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഇപ്പം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട, ബേസിക്കലി ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ചെയ്യേണ്ട, സിവിൽ മാറ്റേഴ്സ് ചെയ്യേണ്ട കമ്പനിയാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഹൈ പേയിങ് പ്രൊഫഷൻ. കോർപ്പറേറ്റ് ലോയേഴ്സ് ആകാം. കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ കമ്പനി ബേസ്ഡ് ആയിരിക്കും. സോ ഒരു കമ്പനി, എല്ലാ കമ്പനീസിന്റെയും കേസസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ലോയറിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ലോയർ എന്ന് പറയാം. അതിനും ബേസിക് ക്വാളിഫിക്കേഷൻ ഇസ് LLB. ആൻഡ് യു പ്രിഫറബിളി ഇന്റേൺഷിപ്സ് അപ്പം കമ്പനി ഓറിയന്റഡ് ആയിട്ട് ചെയ്യാം. അപ്പം നിങ്ങളുടെ കോഴ്സിൽ LLB പഠിക്കുന്ന സമയത്ത് എവറി ഇയർ യു ഹാവ് ടു ഗോ ഫോർ ഇന്റേൺഷിപ്സ്. 1 month നീണ്ടു നിൽക്കുന്ന ഇന്റേൺഷിപ്സ് ഉണ്ടാവും. കമ്പനി ഓറിയന്റഡ് ആണ് നിങ്ങളുടെ കരിയർ എങ്കിൽ then you go choose internships in companies. അപ്പൊ അങ്ങനെ ഇന്റേൺഷിപ്സ് അതിനനുസരിച്ച് ഫ്രെയിം ചെയ്യുക. പിന്നെ ക്ലാറ്റ് PG എന്ന് പറയുന്നത്, അത് എനിക്കൊന്നു നൗഷാദ് സാർ ആൻഡ് അലി സാർ അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. PG LLM എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ആണ് LLBയുടെ. സോ അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ യു നീഡ് ടു ക്ലാറ്റ് PG എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ട്. ദർ ആർ മൾട്ടിപ്പിൾ എക്സാംസ്. ക്ലാറ്റ് PG is the highest or most preferable exam in India for national university admission. അപ്പൊ അതും കൂടെ ഉണ്ടെങ്കിൽ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോയിലോ ഒരു LLM കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോർപ്പറേറ്റ് ലോയർ ആയിട്ട് ജോയിൻ ചെയ്യാം. സോ ദാറ്റ് ഇസ് ഇറ്റ്. അസോസിയേറ്റ് ആയിട്ട് ഒരു പോസ്റ്റ് കിട്ടുക. ദെൻ യു ക്യാൻ ബിക്കം എ പാർട്ട്ണർ ഇൻ എ ലോ ഫേം. അങ്ങനെയാണ് കോർപ്പറേറ്റ് ലോയർ ആവുക. തേർഡ്, പിന്നെ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. സോ ആസ് അലി സാർ ഹാസ് സെഡ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ചീഫ് ലോ ഓഫീസർ ഓഫ് അവർ കൺട്രി. അപ്പം അറ്റോർണി ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് കംസ് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ്. ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഒരുപാട് വർഷം പ്രാക്ടീസ് ചെയ്ത് ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനാണ് ആ ഒരു പോസ്റ്റ് വരിക. അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുക പ്രൈമർലി. അതിന് വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, ബട്ട് പ്രൈമർലി ഇറ്റ് ഈസ് എ വെരി റെപ്യൂട്ടഡ് പൊസിഷൻ. അപ്പൊ അതിലേക്കും LLB with experience and you have to become an advocate. അങ്ങനെയാണ് ആ ഒരു ട്രജക്ടറി വരിക. ഹലോ, സ്ലൈഡ് വരുന്നല്ലോ. that is a advocate. yes sir, കിട്ടി. that is ഇപ്പൊ കിട്ടി സർ. that is a advocate general. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിലെ ഹയസ്റ്റ് ലോ ഓഫീസർ ആണ്. അപ്പൊ അതാത് സ്റ്റേറ്റുകളിൽ ഓരോരോ ഹയസ്റ്റ് ലോ ഓഫീസർ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറയുമ്പോൾ ആ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്ത് ഹൈക്കോർട്സിലും അതേപോലെ തന്നെ സുപ്രീം കോടതിയിലും റെപ്രസെന്റ് ചെയ്യുന്ന, ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന അഡ്വക്കേറ്റിനെയാണ് നമ്മൾ ഈ അഡ്വക്കേറ്റ് ജനറൽ എന്നും അതേപോലെ തന്നെ അറ്റോർണി ജനറൽ എന്നും പറയാം കേട്ടോ. സോ ദേ ആർ ദ മോസ്റ്റ് ഹയസ്റ്റ് റാങ്കിങ് ലോ ഓഫീസേഴ്സ്. ജസ്റ്റ് ലൈക്ക് അറ്റോർണി ജനറൽ, LLB, പ്രാക്ടീസ്, എൻറോൾമെന്റ് എല്ലാം ആവശ്യമാണ്.
ഗുഡ് എമൗണ്ട് ഓഫ് പ്രാക്ടീസ് അതിന് അത്യാവശ്യമാണ്. അതാണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് എ സ്റ്റേറ്റ്. Currently, currently we have, I was, yeah, so that is that. So I was very quite happy to meet the current Advocate General of Kerala too. So, അങ്ങനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും with this profession. And then we have as a public prosecutor. നിങ്ങൾക്ക് കണ്ടു കാണാം അല്ലെ, ഇൻ ദ ക്രിമിനൽ കേസസ്, ക്രിമിനൽ ജോണറിൽ വരുന്ന എല്ലാ കേസസിലും വിക്ടിം, അതായത് ഫോർ ദ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോസിക്യൂഷൻ ആണ്. അപ്പൊ അത് പല ലെവൽസ് ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്. ഇപ്പൊ മജിസ്ട്രേറ്റ് കോടതിയാണ് ഒരു സ്റ്റേറ്റിലെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോർട്ടാണ്. അവിടുത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു APP ആണ്, പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഫോർ ദി സ്റ്റേറ്റ്. അങ്ങനെ പല പല ലെവൽസിലും ദർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ. സോ അത് ഒരു എക്സാം ക്ലിയർ, PSC ആണ് ബേസിക്കലി, APPയുടെ എക്സാം ഉണ്ട്. അത് ക്ലിയർ ചെയ്ത് ഒരു മിനിമം ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ക്വാളിഫിക്കേഷൻ ആണ്. പിന്നെ ഗവൺമെന്റ് ആണ് അവരെ അപ്പോയിന്റ് ചെയ്യുക. സോ അങ്ങനെയാണ് അതിന്റെ ഒരു ട്രജക്ടറി വരിക. അപ്പൊ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ സ്റ്റേറ്റ് ഒരു പൊസിഷൻ ആണ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. സോ അതും ബേസിക് ക്വാളിഫിക്കേഷൻ LLB ആൻഡ് എക്സാമിനേഷൻസ് എഴുതുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പോസ്റ്റ് വരിക. ആൻഡ് ദ നെക്സ്റ്റ് വെൻ വി ഗോ ടു ഇസ് ജഡ്ജ് എന്ന് പറയുമ്പം അതിൽ പല ഇതുണ്ട്. അതായത് ഇഫ് യു ലുക്ക് ഇൻ ടു ദ സെന്റർ ഓഫ് ദ സ്ലൈഡ് യു ക്യാൻ സി മജിസ്ട്രേറ്റ് ആൻഡ് മുൻസിഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആണ്. അപ്പം മുൻസിഫ് കോടതി ഇസ് ദ ലോവസ്റ്റ് സിവിൽ കോർട്ട് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ട് ഇസ് ദ ലോവസ്റ്റ് ക്രിമിനൽ കോർട്ട് ഇൻ എനി ഡിസ്ട്രിക്ട്. അപ്പൊ അവിടെ നമ്മൾ മുൻസിഫ് ആൻഡ് മജിസ്ട്രേറ്റ് അവർക്കും ഒരു ജുഡീഷ്യൽ എക്സാം ഉണ്ട്. കേരള ജുഡീഷ്യൽ സർവീസസിന്റെ എക്സാം ഉണ്ട്. ആ എക്സാം ക്ലിയർ ചെയ്യുന്ന ഒരു LLB സ്റ്റുഡന്റിന് ആൻഡ് കറന്റ്ലി 3 years പ്രാക്ടീസ് മാൻഡേറ്ററി ആണ്. അങ്ങനെയുള്ളവർക്കാണ് ആ എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റൂ. 3 stages ആണ് എക്സാം. ജഡ്ജ് എന്ന് പറയുന്നത് അതിനുശേഷം വരുന്നതാണ് ജഡ്ജ്. അപ്പൊ സബ് ജഡ്ജ് ഉണ്ട്, ഡിസ്ട്രിക്ട് ലെവൽ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഹൈക്കോർട്ടിൽ വരുന്നുണ്ട്. സോ ദർ ആർ ജഡ്ജസ് കം ഇൻ ദാറ്റ് ലെവൽ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ജുഡീഷ്യറിയിലും നല്ലൊരു കരിയർ ഉള്ള ഒരു ഓപ്ഷൻ ആണ് ആഫ്റ്റർ യുവർ LLB. ഇറ്റ്സ് എ വെരി സെക്യൂർഡ് ആൻഡ് എസ്റ്റീംഡ് പൊസിഷൻ ആസ് വെൽ. അപ്പൊ അതാണ് ജഡ്ഷിപ്പ് വരിക. പിന്നെ നെക്സ്റ്റ് കരിയർ ഓപ്ഷൻ ഇഫ് യു ലുക്ക് ഇൻ ടു ഇറ്റ്. സർ അടുത്ത സ്ലൈഡ് വന്നില്ലേ? യെസ് സർ. That is the Chief Justice of India. Everybody knows he is the highest judicial officer of our nation. അപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ പൊസിഷൻ ഇസ് ദ മോസ്റ്റ് എസ്റ്റീംഡ്. അപ്പൊ സുപ്രീം കോർട്ടിലാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വരിക. സോ എവറി ഹൈക്കോർട്ട് ഹാസ് ഓൾസോ എ ചീഫ് ജസ്റ്റിസ്. സോ മിനിമം ക്വാളിഫിക്കേഷൻ ഇസ് LLB ആൻഡ് ദെൻ 10 years ഓഫ് പ്രാക്ടീസ്. ആൻഡ് പിന്നെ ഒരു എസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റിനാണ് ആ ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊസിഷൻ കൊടുക്കുക, യൂഷ്വലി ദ സീനിയർ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രജക്ടറി വരിക. ആൻഡ് വെൻ വി ലുക്ക് ഇൻ ടു ദ നെക്സ്റ്റ് കരിയർ ഓപ്ഷൻ, സ്ലൈഡ് വിസിബിൾ അല്ലേ? അത് ചേഞ്ച് ആയില്ല സർ. ഇപ്പൊ ഓക്കെ ആണോ? ഇല്ല സർ, മാറി ഇല്ല. ഒന്നുമില്ല, എനിക്കിവിടെ ചേഞ്ച് ആകുന്നുണ്ട്. യെസ് ഇപ്പൊ ആയി സർ. നെക്സ്റ്റ് ഇസ്, ഇതാണ് എന്റെ സ്പെഷ്യലൈസേഷൻ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ. ഐ എം എ സ്റ്റുഡന്റ് ഇൻ ദിസ് പർട്ടിക്കുലർ സബ്ജക്ട്. അപ്പം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയർ അതൊരു എമർജിങ് ഫീൽഡ് ആണ്. പലരും കേട്ട് കാണത്തില്ല, പക്ഷെ കുറച്ച് സ്ലൈഡ്സ് കഴിഞ്ഞിട്ട് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് യു ഇൻ ഡീറ്റെയിൽ അതെന്താണെന്നുള്ളത്. അപ്പം ഇതിനും ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കേസസ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ലോയറിനെയാണ് നമ്മൾ IPR ലോയർ എന്ന് പറയാം. അതിലേക്ക് നമുക്ക് വരാം. അതും അവിടെയും ബേസിക് ക്വാളിഫിക്കേഷൻ ഇസ് LLB. ആൻഡ് ദെൻ സർ നെക്സ്റ്റ് സ്ലൈഡ്. വിസിബിൾ ആണോ? ഇല്ല സർ, വന്നില്ല. യെസ് സർ, ഇപ്പൊ വന്നായിരുന്നു. നെക്സ്റ്റ് ഇസ് സൈബർ ലോ എക്സ്പേർട്ട്. സൈബർ ലോ എക്സ്പേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സൈബർ ലോയിൽ ഒരുപാട് ഹീസ് എൻ എക്സ്പേർട്ട് ഇൻ സൈബർ. ഇപ്പൊ സൈബർ എന്ന് പറയുന്നത് നമ്മുടെ IT
അല്ലേ, യു നോ ഇറ്റ് കറക്റ്റ്, IT, അതായത് എന്താ പറയാ, ഇന്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ് സൈബർ എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടി തന്നെ ഒരു ലെജിസ്ലേഷൻ ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സൈബർ ഒഫൻസസും യൂസിങ് മൊബൈൽ ഫോൺ ആൻഡ് കമ്പ്യൂട്ടർ എല്ലാം അതിന്റെ പെർവ്യൂവിൽ വരും. അത് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു അഡ്വക്കേറ്റിനെയാണ് നമ്മൾ സൈബർ എക്സ്പെർട്ട് ലോയർ എന്നൊക്കെ വിശേഷിപ്പിക്കുക. സോ ഇത്രയാണ് മേജർ കരിയർ ഓപ്ഷൻസ്, ദ മേജർ കരിയർ ഓപ്ഷൻസ് ബൈ ചൂസിങ് LLB. ഒരുപാടുണ്ട്, ബട്ട് വി ഹാവ് സെലക്ടഡ് എ ഫ്യൂ. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞില്ലേ സർ? കരിയർ ഓപ്ഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ ലോയർ റൈറ്റ്സ് ലോയർ. വിസിബിൾ അല്ല, ഇല്ല സർ, വന്നില്ല. എന്തോ നെറ്റ്വർക്കിന്റെ സ്പീഡ് പ്രോബ്ലം ആ ഉണ്ടായിരിക്കും. സർ, എന്നോ Yes. ഇല്ല വന്നു സർ. ഇനിയുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് ലോയർ. ഹ്യൂമൻ റൈറ്റ്സ് ലോയർ ബേസിക്കലി പറഞ്ഞ എന്താ, ഒരു പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി, എസ്പെഷ്യലി എന്താ നമ്മൾ കാണുന്നതാണ് ഒരുപാട് അനീതികൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും അല്ലെ, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസും അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി കോടതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിനെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ലോയർ എന്ന് പറയാം. സോ ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതിനൊരു വേറൊരു എക്സാം നിങ്ങൾ പാസ്സാകണം എന്നില്ല. അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന, അത് അങ്ങനെയുള്ള കേസസ് ഹാൻഡിൽ ചെയ്യുന്ന അഡ്വക്കേറ്റ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ലോയേഴ്സ് അല്ലെ അഡ്വക്കേറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുക. പിന്നെ നെക്സ്റ്റ് കരിയർ ഓപ്ഷൻ വരുന്നതാണ് വിസിബിൾ അല്ല, ലീഗൽ ജേർണലിസ്റ്റ്. ലീഗൽ ജേർണലിസ്റ്റ്. ലീഗൽ ജേർണലിസ്റ്റ് എന്ന് ഇപ്പൊ സ്ലൈഡ് വരും. ലീഗൽ ജേർണലിസം എന്ന് പറയുന്നത് ഇപ്പം സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്സിലെയും ഒക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ്, അതിന് നമ്മൾ റിപ്പോർട്ടഡ് കേസസ് എന്ന് പറയും. അപ്പൊ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ റൂളിങ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അതിലും LLB പ്രാവീണ്യമുള്ള ആൾക്കാരാണ് ആ ഒരു ജേർണലിസത്തിലേക്ക് പോവുക. അപ്പൊ ഓരോ ജഡ്ജ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്ത് അതിന്റെ മെയിൻ ഭാഗങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പൊ അവര് ബേസിക്കലി നോക്കുക ഓരോ ജഡ്ജ്മെന്റ്സും ലോയിൽ വേണ്ട അറിവ് നേടേണ്ട കുറെ ഫീൽഡുകളും കാര്യങ്ങളും ഒക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെയുള്ള കൈൻഡ് ഓഫ് കരിയറിനെയാണ് നമ്മൾ ലീഗൽ ജേർണലിസം എന്ന് പറയാം. അപ്പൊ ആ ഒരു പ്രൊഫഷന് ബേസിക്കലി വേണ്ട സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ബേസിക്കലി. സോ അതെല്ലാം ഉള്ള ഒരു ആൾക്കാണ് കുറച്ചും കൂടെ അത് ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ ആവുക. ഓക്കെ, ദാറ്റ് ഈസ് ലീഗൽ ജേർണലിസം ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതൊക്കെയാണ് ലോ പ്രൊഫസർ. ഡെഫിനറ്റ്ലി ലോ പ്രൊഫസർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡാണ്. അപ്പം ടീച്ചിങ്, അപ്പം ലോ പഠിപ്പിക്കണമെങ്കിൽ ബേസിക്കലി യു നീഡ് യുവർ LLB ആൻഡ് യു മസ്റ്റ് ഹാവ് യുവർ മാസ്റ്റേഴ്സ്. പ്രൊഫസർ ആകണമെങ്കിൽ യു മസ്റ്റ് ഹാവ് യുവർ മാസ്റ്റേഴ്സ് ഇൻ ലോ. അത് ഏത് സബ്ജക്ട് വേണേലും ആവാം. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. പല പല സബ്ജക്ട്സ് ഏരിയ ഉണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ചൂസ് ചെയ്യാം. അതിൽ LLM എടുത്തതിന് ശേഷം, LLM 1 ഇയറും ഉണ്ട് 2 ഇയേഴ്സും ഉണ്ട്. എടുത്തതിന് ശേഷം നെറ്റ് ക്വാളിഫൈ ചെയ്യണം. അപ്പം നെറ്റ് ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് യു ക്യാൻ ഗെറ്റ് ടു ബി എ പ്രൊഫസർ. സോ അതാണ് അതിൻ്റെ ഒരു റിക്വയർമെന്റ്. ആൻഡ് യു ക്യാൻ ചൂസ് ഗോ ഫോർ PhD ആസ് വെൽ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു ട്രജക്ടറി വരെ. അത് ഒരു നല്ലൊരു പൊസിഷനാണ് ആസ് ഫാർ ആസ് എ ലോ സ്റ്റുഡന്റ് ഇസ് കൺസേൺ. സോ ഇത്രയാണ് കമ്പനി സെക്രട്ടറി റിലേറ്റഡ് ഫീൽഡ് എന്ന നിലയിൽ അതും കൂടി ഒന്ന് പ്രസന്റ് ചെയ്താൽ. യെസ് സർ. അപ്പൊ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഏരിയ ഉണ്ട്. അപ്പൊ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ബേസിക്കലി ലോ ഗ്രാജുവേറ്റ് ആകണം എന്നില്ല. പക്ഷെ ലോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഇപ്പൊ കമ്പനി സെക്രട്ടറി ആകാറുണ്ട്. അത് ഇപ്പൊ ഒരു ബൂമിംഗ് ഫീൽഡാണ്. ഇറ്റ് ബേസിക്കലി മീൻസ് ദാറ്റ് ഓരോ കമ്പനിയിലും ഒരു CS വേണം. അതിന് CS എക്സാമിനേഷൻ ഉണ്ട്. ആ CS എക്സാമിനേഷൻ പാസ് ആയവർക്കാണ് കമ്പനി സെക്രട്ടറി ആയിട്ട് പൊസിഷൻ കിട്ടുക. സോ കമ്പനിയിൽ വരുന്ന എല്ലാ ബോർഡ് മീറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യുന്നതും CS വേണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. സോ ദാറ്റ് ഇസ് എ പോസ്റ്റ് ഫോർ എ കമ്പനി സെക്രട്ടറി. അതിലേക്ക് ഒരു എക്സാം പാസ് ആകേണ്ടിയിരിക്കുന്നു ആഫ്റ്റർ യുവർ LLB. ദാറ്റ്സ് ഇറ്റ്. You are able to pass the exam, you can be appointed as a company secretary. എല്ലാ കമ്പനീസിലും ഈ ഒരു പൊസിഷൻ മാൻഡേറ്ററി ആണ് ഇപ്പം. അതൊരു നല്ലൊരു ഏരിയയാണ്. യെസ് സർ. ഓക്കെ, താങ്ക് യു മന്ന.
നെക്സ്റ്റ് വി വിൽ കണ്ടിന്യൂ വിത്ത് ലോ എൻട്രൻസ് എക്സാംസ്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ലോയിന്റെ വ്യത്യസ്ത കരിയേഴ്സിലേക്കുള്ള അതിന്റെ കരിയർ ലാഡറും എൻട്രി പാത്വേ ഒക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ഒരു +2 സ്റ്റുഡൻസിന്റെ എങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ ലോ ഫീൽഡിലേക്ക് കാലെടുത്ത് വെക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകൾ ഏതാണ്, സ്ഥാപനങ്ങൾ ഏതാണെന്നുള്ളതിനെ കുറിച്ചാണ് ഇനിയുള്ള നമ്മുടെ ഡിസ്കഷൻ. സോ വി ഹാവ് സോ മെനി എൻട്രൻസ് എക്സാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാം ആണ് ക്ലാറ്റ്. ഈ സ്ലൈഡ് വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. സോ ക്ലാറ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്നത് ഇന്ത്യയിലെ ഏകദേശം 26ഓളം 20-ലേറെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, ബംഗളൂരു, ഹൈദരാബാദ്, അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിക്ക് സെപ്പറേറ്റ് എക്സാം ഉണ്ട്. മറ്റ് ഇന്ത്യയിലെ 20-ലേറെ നാഷണൽ ലോ സ്കൂളുകളിലേക്ക്, പ്രത്യേകിച്ചും നമ്മുടെ ബാംഗ്ലൂരുള്ളത്, ഹൈദരാബാദ് നൾസാർ, കേരളത്തിലുള്ള നുവാൽസ്, വെസ്റ്റ് ബംഗാളിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ വാല്യൂ ഉള്ള ഈ ലോ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷയാണ് ക്ലാറ്റ് അഥവാ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഇപ്പൊ കൺസോർട്ടിയം ഓഫ് നാഷണൽ യൂണിവേഴ്സിറ്റീസ് NLU ആണ് ഇത് നടത്തുന്നത്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLB ആണ് ഈ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ PG ഉണ്ട്, ക്ലാറ്റ് PG ഉണ്ട്. അതുവഴി നമുക്ക് 1 ഇയർ LLM കോഴ്സ് കൂടെ ചെയ്യാം. ഈ ക്ലാറ്റ് പോലെ തന്നെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എൻട്രൻസ് പരീക്ഷയാണ് AILET എന്ന് പറയുന്നത്, ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്. ഇത് ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി അല്ല, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹിയിലേക്ക് അവർ സെപ്പറേറ്റ് ആയിട്ടൊരു എൻട്രൻസ് പരീക്ഷ നടത്തുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLB ചെയ്യാൻ ഈ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് എഴുതാവുന്നതാണ്. പിന്നെയുള്ളത് കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ ഗവൺമെന്റ് ലോ കോളേജുകളിലേക്ക്, എയ്ഡഡ് ലോ കോളേജുകളിലേക്കും അൺഎയ്ഡഡ് കോളേജുകളിലേക്ക് പോലും അഡ്മിഷൻ കിട്ടാൻ CLE എന്നുള്ള ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട്, കേരള ലോ എൻട്രൻസ് എക്സാം. അത് നിങ്ങൾക്ക് +2 പഠിച്ച ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എൻട്രൻസ് പരീക്ഷകളൊക്കെ +2 ഏത് സ്ട്രീം പഠിക്കുന്ന കുട്ടിക്ക് എഴുതാം. +2 സയൻസ് എന്നോ കൊമേഴ്സ് എന്നോ ഹ്യൂമാനിറ്റീസ് എന്നോ വ്യത്യാസമില്ലാതെ +2 സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും എഴുതാവുന്ന എൻട്രൻസ് പരീക്ഷകളാണ്. അപ്പോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് നമ്മൾ CLE എന്നുള്ള എൻട്രൻസ് പരീക്ഷയെ ബേസ് ചെയ്തിട്ടാണ്. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉദാഹരണമായിട്ട് BHU, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ തുടങ്ങിയ പല സ്ഥാപനങ്ങളിലേക്കും ഉള്ള ലോ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമാണ് CUET, കോമൺ ലോ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന CUET വഴിയാണ് ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ LLB 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLB ചെയ്യാനുള്ള എൻട്രൻസ് പരീക്ഷ. അതേപോലെ സിംബയോസിസ് ഇന്റർനാഷണൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ഈ സിംബയോസിസ് ലോ സ്കൂളിലേക്കുള്ള എൻട്രൻസ് പരീക്ഷ സ്ലാറ്റ് എന്നുള്ളൊരു എൻട്രൻസ് എക്സാം ആണ്, സിംബയോസിസ് ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഇത് ഇതിന്റെ വ്യത്യസ്ത ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLB പഠിക്കാം. അതുപോലെ ലോ സ്കൂൾ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് LSAT നമ്മുടെ ജിൻഡാൽ ഗ്ലോബൽ ലോ സ്കൂൾ പോലെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കാൻ LSAT എന്നുള്ള എൻട്രൻസ് പരീക്ഷ എഴുതണം. അതുപോലെ മഹാരാഷ്ട്ര കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഫോർ ലോ എന്ന് പറഞ്ഞിട്ട് MHCET ലോ ഉണ്ട്. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ലോ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ ഈ ഒരു പെർട്ടിക്കുലർ എൻട്രൻസ് പരീക്ഷ എഴുതണം. പിന്നെ ആർമിയിൽ നമുക്ക് ലോ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ എൻട്രൻസ് എക്സാം. ഈ എൻട്രൻസ് എക്സാം വഴി നമുക്ക് മൊഹാലിയിലും പഞ്ചാബിലുള്ള ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിൽ നമുക്ക് ലോ പഠിക്കാവുന്നതാണ്. അങ്ങനെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാറ്റ് ആണ്. അത് ഇന്ത്യയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്കുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ജോലി ഉറപ്പാണെന്നുള്ള രീതിയിൽ അത്രയും നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാപനങ്ങളാണ് നാഷണൽ ലോ സ്കൂൾസ് അല്ലെങ്കിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാറ്റിന്റെ സിലബസിലേക്കും ജസ്റ്റ് ഒന്ന് കടന്നു പോവാം. ക്ലാറ്റിന്റെ സിലബസ് എല്ലാം ഏകദേശം ഈ കുറെ പാരഗ്രാഫ് തരും.
ആ പാരഗ്രാഫിന് ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി റീഡിങ് കോംപ്രിഹെൻഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ ലീഗൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, വ്യത്യസ്ത മേഖലയുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസ്ഡ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കറന്റ് അഫയേഴ്സും ജനറൽ നോളജും ബേസ്ഡ് എഴുതിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലീഗൽ റീസണിങ്, ഒരു ലീഗൽ ആസ്പെക്ട് ഉള്ള ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ ലീഗൽ എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ ലീഗൽ റീസണിങ് സ്കിൽ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന എക്സാം. അതുപോലെ ലോജിക്കൽ റീസണിങ്, ലോജിക്കൽ അനാലിസിസും പാറ്റേൺ റെക്കഗ്നീഷനും ഈ ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് റീസണിങ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഈ ലോജിക്കൽ റീസണിങ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ ബേസിക് മാത്തമാറ്റിക്സ്, ബേസിക്കലി റേഷ്യോസ്, പ്രൊപ്പോർഷൻസ്, ബേസിക് അൾജിബ്രയ്ക്കുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഇത്രയും ബേസ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് പൊതുവിൽ ഈ ക്ലാറ്റ് എൻട്രൻസ് പരീക്ഷ ചോദിക്കുക. ക്ലീയുടെ കേരള ലോ എൻട്രൻസ് എക്സാമിന്റെ ഒരു പാറ്റേൺ, സിലബസ് പാറ്റേൺ എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷിന് റീഡിംഗ് കോംപ്രിഹെൻഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ജനറൽ നോളേജ് ബേസ് ചെയ്തിട്ടുള്ള ബേസിക് അരിത്മെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ലീഗൽ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് കുറച്ച് ലോ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലീഡ് എൻട്രൻസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. ഇനി ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ലോ സ്കൂളിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. അത് അലി സർ ചെയ്യും. സർ പ്ലീസ്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലോ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിൽ നടക്കുന്ന പ്രധാന എൻട്രൻസ് പരീക്ഷകളെ കുറിച്ച് നൗഷാദ് സർ സംസാരിച്ചു. നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ പഠിച്ച കോഴ്സ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചത് എന്നുള്ളത്. അപ്പോൾ നിയമപഠനത്തിനായി ഇന്ത്യയിൽ നമ്മൾ അന്വേഷിച്ചാൽ നിരവധി അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ 24-24 നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബംഗളൂരു മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ കേരളത്തിൽ നമുക്ക് ഈ നാഷണൽ യൂണിവേഴ്സിറ്റി, ലോ യൂണിവേഴ്സിറ്റികൾ കൂടുതൽ ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിലുണ്ട്. അതിന്റെ പേര് ന്യൂവാൽസ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എന്ന പേരിൽ ന്യൂവാൽസ് ഉണ്ട്. നമ്മുടെ കളമശ്ശേരിയിലാണ് എറണാകുളത്തുള്ളത്. അപ്പൊ അങ്ങനെ തുടങ്ങി ന്യൂഡൽഹി, അതുപോലെ ഹൈദരാബാദ്, കൊൽക്കത്ത, ഗാന്ധിനഗർ, ഖരഗ്പൂർ, അലിഗർ, ഭുവനേശ്വർ തുടങ്ങിയ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും സ്റ്റേറ്റുകളിലുമായിട്ട് ഈ ലോ യൂണിവേഴ്സിറ്റികളുണ്ട്. ലോ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ അഡ്മിഷൻ നമുക്കറിയാം ക്ലാറ്റ് വഴിയാണ്. പിന്നെ കേരളത്തിലേക്ക് വന്നാൽ ഇനി ഇന്ത്യക്ക് കേരളത്തിന് വെളിയിൽ പോയി പഠിക്കാൻ ആഗ്രഹമില്ലാത്ത, കേരളത്തിൽ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ഒരെണ്ണം നമ്മുടെ കേരളത്തിലുണ്ട്. അത് കളമശ്ശേരിയിലുണ്ട്, ന്യൂവാൽസ് എന്ന പേരിൽ. പിന്നെ നമുക്ക് ലോ പഠിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥാപനമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ക്യുസാറ്റിന്റെ ലോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെയും നമുക്ക് ക്യുസാറ്റിലെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ക്യാറ്റ് എഴുതിക്കൊണ്ട് അവിടെ അഡ്മിഷൻ നേടാവുന്നതാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള മന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു ലോ സെന്റർ ഉണ്ട്. അത് സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട്സ് എന്ന് പ്രവർത്തിക്കുന്ന നല്ലൊരു സ്ഥാപനമുണ്ട്. അവിടെ നമുക്ക് ലോ പഠിക്കാം. അതുകൂടാതെ കേരള സർക്കാരിന്റെ കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 4 പ്രധാനപ്പെട്ട ലോ കോളേജുകൾ, ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ലോ കോളേജുകളുണ്ട്. ഇത് കൂടാതെ പ്രൈവറ്റ് മേഖലയിൽ നല്ല നിലവാരമുള്ള നിരവധി സ്ഥാപനങ്ങൾ, അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിന് വെളിയിലേക്ക് നമ്മൾ പോയാൽ സിംബയോസിസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ബംഗളൂരുള്ള ക്രൈസ്റ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, ജിന്ദാൽ ഗ്ലോബൽ ലോ സ്കൂൾ ഉൾപ്പെടെയുള്ള നിരവധി നല്ല നിലവാരമുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കുറച്ച് ഫീസൊക്കെ കൊടുത്ത് നല്ല ഒരു നിയമപഠനം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും വെളിയിലും നിരവധി പ്രൈവറ്റ് സ്ഥാപനങ്ങളും നിയമപഠനത്തിനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാനത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ എടുക്കുന്ന കോഴ്സ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് പഠിച്ചിറങ്ങുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, എൻട്രൻസ് പരീക്ഷയൊക്കെ എഴുതി അത്തരം ശ്രമം നടത്തണം എന്ന കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കുകയാണ്. ഇനി അത് കൂടാതെ അതിനോടനുബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ നിയമപഠനത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചതോടുകൂടി ഇന്ത്യയിലെ 2 പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഒന്ന് IIT ഖരഗ്പൂർ, മറ്റൊന്ന് IIM റോത്തക്. ഈ 2 ഒരു IIT മറ്റൊരു IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി
ഖരഗ്പൂറിലുള്ള IIT-യിൽ നിലവിൽ LLB പഠനത്തിന് അവസരമുണ്ട്. അതുകൂടാതെ ഹരിയാനയിലെ റോത്തക്കിലുള്ള IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും ലോ പഠനത്തിനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള IIT-കളിൽ, IIM-ൽ, അതുപോലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ, നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് ലോ കോളേജുകളിൽ, സംസ്ഥാനത്തിന് വെളിയിലുള്ള നിരവധി അൺഎയ്ഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോണമസ് ആയിട്ടുള്ള നിരവധി പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെയും നിങ്ങൾക്ക് നല്ല നിലവാരമുള്ള നിയമപഠനത്തിന് അവസരമുണ്ട്. അതുപോലെ നമുക്കറിയാം ഈ LLB പഠനം ഇതിന്റെ തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ BA LLB എന്നൊരു കോഴ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് BCom LLB-യും BBA LLB-യും BSc LLB-യും ഒക്കെ ആയിക്കൊണ്ട് പുതിയ ഒരുപാട് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനം ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അവർ BSc LLB പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ മറ്റു ചില സ്ഥാപനങ്ങൾ കൂടി ആ ലിസ്റ്റിലുണ്ട്. ജിന്ദാൽ ഗ്ലോബൽ സ്കൂള് അവര് BA in AI and Law എന്ന് പറയുന്ന ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൈബർ ലോയിലും അതുപോലെ എൻവയോൺമെന്റൽ അതുപോലെ IPR-ലും ഒക്കെ നിരവധി സ്ഥാപനങ്ങൾ പുതിയ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്ഥാപനങ്ങളിലൊക്കെ അതുപോലെ CUET വഴി നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏതാണ്ട് 11ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിയമപഠനത്തിനുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ ഉണ്ട്. അപ്പൊ അത്തരം യൂണിവേഴ്സിറ്റികൾ, ഉദാഹരണം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ലോ സെന്റർ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിക്കുകയും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി സെന്റർ നമുക്ക് മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലുണ്ട്. അപ്പോൾ അതുപോലെ ബാബാ സാഹിബ് ഭീമറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ലക്നൗ, സെൻട്രൽ യൂണിവേഴ്സിറ്റി സൗത്ത് ബീഹാർ, അതുപോലെ ഡോക്ടർ റാം മനോഹർ ലോഹിയ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ലക്നൗ തുടങ്ങിയ പ്രശസ്തമായ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി നമുക്ക് എൻട്രൻസ് എഴുതി ഈ പറയുന്ന പ്രമുഖമായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അഥവാ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ കൂടാതെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് BA LLB, BSc LLB, അതുപോലെ LLM തുടങ്ങിയ നിയമപഠനത്തിന്റെ ഡിഗ്രിയും മാസ്റ്റേഴ്സും ഒക്കെ എടുക്കാനുള്ള വലിയ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷത്തിനിപ്പുറത്തേക്ക് ഈ നിയമപഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടിനൊക്കെ അടുത്ത് തന്നെ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ എടുത്താൽ തന്നെ 5-6 അൺഎയ്ഡഡ് LLB കോളേജുകൾ, ലോ കോളേജുകൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. മൂവാറ്റുപുഴയിലുണ്ട്, പൂത്തോട്ടയിലുണ്ട്, തൊടുപുഴയിലുണ്ട്, അങ്ങനെയൊക്കെ തുടങ്ങി എറണാകുളം ജില്ലയിൽ എനിക്ക് അടുത്ത 3-4 കോളേജുകൾ എന്റെയൊക്കെ വീടിന്റെ പരിസരത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ആലോചിച്ചാൽ അറിയാം, നമ്മുടെയൊക്കെ വീടിന്റെ പരിസരങ്ങളിൽ ലോ പഠിക്കാനുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ ലോ കോളേജുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോ കോളേജുകൾ പ്രധാനമായും 3 കോഴ്സുകളാണ്. BA LLB കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോളേജുകളുടെ പേരോടെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് കോളേജുകളിൽ BA LLB ഉണ്ട്. BCom LLB പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളാണ് എറണാകുളം, തിരുവനന്തപുരം ലോ കോളേജുകൾ. BBA LLB തിരുവനന്തപുരത്ത്, എറണാകുളത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ MG യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഉള്ള ഈ നമ്മുടെ കേരളത്തിലെ ഈ കോളേജുകളിൽ നമുക്ക് ലോ പഠനത്തിനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. CLE എക്സാം എഴുതിയിട്ടാണ് ഈ ലോ കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെയൊക്കെ ആ സമയം ഏതാണ്ട് ഈ പരീക്ഷകളൊക്കെ, ഈ വർഷത്തെ അഡ്മിഷനുള്ള പരീക്ഷകൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ +2-ന്റെ റിസൾട്ട് വരുന്നതോടനുബന്ധിച്ച് പരീക്ഷകൾ നടക്കും. അപ്പോൾ അത്തരം പരീക്ഷകളെ കുറിച്ച് അന്വേഷിക്കുകയും അത് എഴുതി ഈ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാനും അവിടെ ചേർന്ന് പഠിക്കാനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അടുത്ത ഒരു ഏരിയ എമർജിംഗ് ലോ കരിയേഴ്സ് എന്നൊരു സെഷൻ മന്ന കൈകാര്യം ചെയ്യും. മന്ന പ്ലീസ്. ഹലോ സർ. Yes, you can start. Yes, sir. So basically ഈ ഒരു IPR ആൻഡ് സൈബർ ലോ എന്ന് പറയുന്ന ഒരു രണ്ട് എമർജിംഗ് ഫീൽഡിനെ കുറിച്ചാണ് ഈ ഒരു സെഷൻ, ഈ ഒരു ഭാഗം നമ്മൾ പറയാം. സോ നെക്സ്റ്റ് സ്ലൈഡിൽ വിൽ ബി ടോക്കിംഗ് അബൌട്ട് വാട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ്. അപ്പം പലർക്കും ഇതിനെ പറ്റി അറിയില്ല. പലർക്കും എന്താ സിവിൽ കേസ്, ഫാമിലി കേസ്, ക്രിമിനൽ കേസ് മാത്രമേ ഒരു അറിവ് ബേസിക്കലി LLB-നെ കുറിച്ചുള്ളൂ. പക്ഷെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അറിയാത്തതും ഒരുപാട് പേര് അറിയേണ്ടതുമായ ഒരു ഫീൽഡാണ്.
സോ ബേസിക്കലി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഓഫ് ലോ ആണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയില്ല ഇന്റലക്ച്വൽ ക്രിയേഷൻസ്, അതായത് നമ്മൾ ഫിസിക്കലി ഉള്ള കാര്യങ്ങളല്ല, പാട്ട്, രചയിതാവ് എഴുതുന്ന പാട്ട്, അതേപോലെ വരയ്ക്കുന്ന ചിത്രങ്ങൾ, ഇപ്പൊ ഈ ഇമേജിന്റെ അകത്ത് കാണാം അല്ലെ, ഒരു മെഷീൻ ഉണ്ടാക്കുക, പിന്നെ അതേപോലെ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുക, പാട്ട് ക്രിയേറ്റ് ചെയ്യുക, ഒരു കവിത എഴുതുക, പിന്നെ ട്രേഡ് മാർക്ക്, അമൂലിന്റെ ഒക്കെ സിഗ്നേച്ചർ, ഈ കാണുന്നതെല്ലാം തന്നെ എന്താ, ഒരു ഇന്റലക്ച്വൽ ക്രിയേഷൻ ആണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത പല പല കാര്യങ്ങളാണ്. ഇതും ഒരു പ്രോപ്പർട്ടിയാണ് ലീഗലി സ്പീക്കിംഗ്. ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഇപ്പൊ ഭയങ്കര അനിവാര്യമാണ്. നിങ്ങൾ കേട്ട് കാണും അല്ലെ, AR റഹ്മാന്റെ ഇഷ്യൂ, കോപ്പിറൈറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ടെലിഗ്രാമിലൊക്കെ സിനിമ ഷെയർ ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് വയലേഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ആക്കപ്പെടാറുണ്ട് അല്ലെ. അതെല്ലാം IPRന്റെ കീഴിൽ വരുന്ന കുറെ വയലേഷൻസ് ആണ്. അപ്പം ഇളയരാജയുടെ പാട്ടിന്റെ ഇഷ്യൂ, ഇതൊക്കെ തന്നെ ഈ ഒരു ഫീൽഡിൽ വരുന്നതാണ്. അപ്പൊ ഇതിനെപ്പറ്റി പകുതി പേർക്കും അറിയില്ല. അപ്പം ഇങ്ങനെ പേറ്റന്റ് വയലേഷൻസ്, ഇപ്പൊ ഇഫ് യു ക്രിയേറ്റ് ന്യൂ ഇൻവെൻഷൻ, ഒരു പുതിയൊരു ഡിവൈസ് ഉണ്ടാക്കി, അത് നിങ്ങളുടേതാണ്, വേറെ ആർക്കും അത് കോപ്പി ചെയ്യാനുള്ള ഒരു അർഹതയില്ല. അത് ചെയ്താൽ അതൊരു പേറ്റന്റ് വയലേഷൻ ആണ്. അപ്പൊ ആ ഒരു വയലേഷൻ വരുമ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു അഡ്വക്കേറ്റ് വേണം. ആൻഡ് ദറ്റ് അഡ്വക്കേറ്റ് മസ്റ്റ് ബി സ്പെഷ്യലൈസ്ഡ് ഇൻ IPR. പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത് എന്താ, ഒരു പർട്ടിക്കുലർ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ KFCയുടെ റെസിപ്പി, ഇപ്പൊ സ്റ്റുഡൻസ് ആയതുകൊണ്ടാട്ടോ പറയുന്നത്, KFCയുടെ റെസിപ്പി ആർക്കും അറിയില്ല, ഇറ്റ് ഇസ് എ ട്രേഡ് സീക്രട്ട്. അത് അവരുടെ മാത്രമാണ്, ആർക്കും അത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. എങ്ങാനും യൂസ് ചെയ്താൽ വിത്തൗട്ട് ദിയർ കൺസെന്റ് അതൊരു വയലേഷൻ ആണ്. അങ്ങനെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആറന്മുള കണ്ണാടി എന്ന് പറയുന്ന ആ ഒരു കുടുംബത്തിന് മാത്രമേ അത് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും അത് നിർമ്മിക്കാൻ സാധിക്കില്ല. നിർമ്മിച്ചാൽ അതൊരു GI വയലേഷൻ ആകും. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ തന്നെ പഠിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് IPR. അപ്പൊ ഇതിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ആദ്യം ഒരു LLB പാസ്സാകുക, അത് കഴിഞ്ഞിട്ട് IPRൽ ഒരു LLM ചെയ്യണം, അതിന്റെ മാസ്റ്റേഴ്സ് ചെയ്യണം, എന്നിട്ടാണ് നിങ്ങൾ കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആവുള്ളൂ ഈ ഒരു ഫീൽഡിൽ. അതാണ് IPRനെ കുറിച്ച് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ വെൻ യു കം ടു സൈബർ ലോ ഞാൻ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടേഴ്സ്, ഇന്റർനെറ്റ് ആൻഡ് ഡിജിറ്റൽ ഡിവൈസസ്, ഇതിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ് സൈബർ ലോ എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈമറി ആക്ട് എന്ന് പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ്. സൈബർ ക്രൈംസ് അല്ലെ, നിങ്ങൾ ഒരുപാട് കണ്ടു കാണും, ഫോണിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഒരുപാട് വയലേഷൻസ് ഉണ്ടാകുന്നുണ്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും. അതിനെയൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട വളരെ ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രോബ്ലമാണ് സൈബർ. സോറി സർ, മിസ് കണ്ടിന്യൂ ചെയ്യൂ. യെസ്. അപ്പം ആ ഒരു എമർജിങ് ഫീൽഡിൽ ഒരുപാട് യങ് ലോയേഴ്സ് വേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെ. AI, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഒക്കെ ഒരുപാട് വയലേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതിനെയൊക്കെ അഡ്രസ് ചെയ്യാൻ വി നീഡ് ദിസ് പ്രൊഫഷൻ. ഈ ഒരു സൈബർ ലോയിലുള്ള അഡ്വക്കേറ്റ്സ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പല പല പൊസിഷൻസ് ഉണ്ട്, സൈബർ ലോയർ ഉണ്ട്, കൺസൾട്ടന്റ് ഉണ്ട്, ജുഡീഷ്യൽ സർവീസ് എന്ന് പറയാനില്ല, സൈബർ വിങ് ഉണ്ട്. ബേസിക്കലി സൈബർ വിങ് എന്ന് പറയുന്നത് ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് സൈബർ വിങ് ആൻഡ് സൈബർ സെൽ എന്ന് പറയുന്നത്. പോലീസിലുണ്ട് ആ ഒരു വിങ്. അപ്പൊ അങ്ങനെ ഡേറ്റ പ്രൊട്ടക്ഷൻ വിങ് ഉണ്ട്. അങ്ങനെ പല പല ഇപ്പോഴും എന്താ അങ്ങനെയുള്ള തസ്തികകൾ വരുന്നതേ ഉള്ളൂ, ആ ഒരു പൊസിഷൻസ് ഒക്കെ വരുന്നതേ ഉള്ളൂ. സോ ആ ഒരു ഫീൽഡിനെ കുറിച്ചും നമ്മൾ ഒരു LLM എടുക്കേണ്ടത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡില് ഇന്ത്യയില് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഓൺ IPR നമുക്ക് നോക്കാം. ഇപ്പൊ ഇന്ത്യയിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി, അവിടെ IPRന്റെ ഒരു മാസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 1 year ആണ്. അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് AIET ആണ്, അതാണ് അതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഓർ യു കെൻ ഈവൻ പാസ്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി എന്ന് പറയുന്നത് ഒരു NLU ആണ്, നാഷണൽ യൂണിവേഴ്സിറ്റി ആണ്. ക്ലാറ്റ് PGയും യു ക്യാൻ അതും പാസ്സാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ ബാംഗ്ലൂരിലെ നാഷണൽ യൂണിവേഴ്സിറ്റി, ദാറ്റ് ഇസ് ഓൾസോ ഗുഡ് സ്കൂൾ. പിന്നെ നാൽസാർ യൂണിവേഴ്സിറ്റി തെലങ്കാനയിലാണ്, ഹൈദരാബാദ്. സോ അവിടെയും IPR പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വി ഹാവ് വെസ്റ്റ് ബംഗാളില് ഒരു നാഷണൽ ലോ സ്കൂൾ ഉണ്ട്, there also you can join. പിന്നെ IIT ഖരഗ്പൂർ, അതൊരു പലരുടെയും ഡ്രീം യൂണിവേഴ്സിറ്റി ആണ് ഖരഗ്പൂർ. there also you can take LLM for IPR. പിന്നെ അതാണ് IPRല്. പിന്നെ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ക്യുസാറ്റിലുണ്ട്,
സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിലുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് IPR LLM ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ വി ഹാവ് സൈബർ. സൈബറിൽ LLM ചെയ്യണമെങ്കിൽ എല്ലാ നാഷണൽ ലോ സ്കൂൾസിലും യു ഹാവ് എ സൈബർ PG. ബേസിക്കലി നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സും ഉണ്ട്. അത് 3 to 5 months നീളുന്ന സൈബറിനെ സ്പെഷ്യലൈസ് ചെയ്ത് മാത്രമുള്ള ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. അതും ചെയ്യാം. പക്ഷെ 1 year മാത്രമായിട്ടുള്ള സൈബർ മാത്രം ഫോക്കസ് ചെയ്യുന്ന LLM കുറവാണ്. പക്ഷെ സിംബിയോസിസിലും ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ ആ ഒരു കോഴ്സ് ഉണ്ട്. ഇപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിൽ ഇറ്റ് ഇസ് കമ്പൈൻഡ്, അതായത് IPR ആൻഡ് സൈബർ അങ്ങനെയാണ് വരിക. അതേപോലെ ചെന്നൈയിൽ SRM യൂണിവേഴ്സിറ്റി ഉണ്ട്. SRMലും യു ക്യാൻ ഫൈൻഡ് സൈബർ ആൻഡ് IPR ടുഗെദർ. അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗുഡ് യൂണിവേഴ്സിറ്റീസ് ഓപ്ഷൻസ് ആണ്. താങ്ക് യു സർ. അപ്പോ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ നിയമ പഠനത്തിന്റെ ഇന്ത്യയിലെ സാധ്യതകൾ, അതുപോലെ കരിയർ അവന്യൂസ്, നിയമ പഠനത്തിന് വേണ്ടിയുള്ള എൻട്രൻസ് കോഴ്സ് എക്സാമുകൾ, നിയമപഠനത്തിന് വേണ്ട നമ്മുടെ നാട്ടിൽ പ്രശസ്തമായ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, ഇതിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഇത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെല്ലിന്റെയും അതുപോലെ യൂണിസെഫിന്റെ സഹകരണത്തോടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കരിയർ പ്രയാണം പോർട്ടൽ എന്ന പേരിൽ ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂളിലെ കരിയർ ഗൈഡ് ഈ വിഷയം നിങ്ങളെ ഒരുപക്ഷെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കരിയർ, ഏത് മേഖല, ആ കരിയർ എന്താണെന്നും ആ കരിയറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിനുവേണ്ട എൻട്രൻസ് പരീക്ഷകൾ ഏതൊക്കെയാണ്, പിന്നെ അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങി നിങ്ങൾക്ക് അറിയേണ്ട നിങ്ങളുടെ ഉപരിപഠനവും കരിയറുമായി ബന്ധപ്പെട്ട സംബന്ധിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ ലഭ്യമാകുന്ന വളരെ മനോഹരമായ ഒരു പോർട്ടലാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സൈറ്റ് അഡ്രസ് നമുക്ക് അതിനകത്ത് കാണാം. കരിയർ പ്രയാണം .government.of.kerala.gov.in എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. അപ്പൊ ആ സൈറ്റിൽ നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കോഴ്സ് ആകട്ടെ, കരിയർ ആകട്ടെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ആൽഫബറ്റിക് ഓർഡറിൽ നിങ്ങൾക്ക് ഓരോന്നും സെലക്ട് ചെയ്ത് അതിന്റെ വിശദാംശങ്ങൾ ഓരോന്നും പഠിക്കേണ്ട സ്ഥാപനങ്ങൾ, എൻട്രൻസ് പരീക്ഷകൾ, അതിന്റെ തൊഴിൽ സാധ്യതകൾ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട സകല വിശദാംശങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ സൗകര്യം നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സൗകര്യം കൂടി നിങ്ങൾ അവധിക്കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ ഒരുപാട് സമയം മൊബൈലിൽ സ്പെൻഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത്തരം നിങ്ങളുടെ ഉപരിപഠനവും അതുപോലെ കരിയർ സാധ്യതകളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അന്വേഷണങ്ങളിലേക്ക് നിങ്ങൾ കടക്കുകയും ഇത്തരം പോർട്ടലുകളും വെബ്സൈറ്റുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വിവരങ്ങൾ നേടാനും നിങ്ങളുടെ ആ കരിയറിന്റെ വഴിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയട്ടെ എന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആശംസിക്കുകയാണ്. നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. അലിസറെ, അതിന്റെ കൂടെ കരിയർ പ്രയാണം വെബ്സൈറ്റിന്റെ അഡ്രസ് careerprayanam.education.kerala.gov.in. കുട്ടികൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് കരിയർ പ്രയാണം എന്ന് സെർച്ച് ചെയ്ത് തന്നെ നമ്മുടെ ഈ ഒരു പോർട്ടൽ അവൈലബിൾ ആയിരിക്കും. ഏകദേശം 25ഓളം കരിയർ മേഖലയിൽ 500ലേറെ കരിയേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. സർ പറഞ്ഞ പോലെ ഏത് കരിയറും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതിന്റെ എൻട്രൻസ് പരീക്ഷ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ കൃത്യമായിട്ടുള്ള ഒരു കരിയറിന്റെ DNA എന്ന് പറയത്തക്ക രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും ഈ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് എല്ലാ സമയങ്ങളിലും നിങ്ങൾക്ക് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തതാണ്. വളരെ സിമ്പിൾ ആയിട്ട് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാം. ജസ്റ്റ് യു ഗോ ടു ഗൂഗിൾ, സെർച്ച് കരിയർ പ്രയാണം, യു വിൽ ഗെറ്റ് ദ അഡ്രസ് ഓഫ് യു വിൽ ഗെറ്റ് ദ ലിങ്ക്, സിംപ്ലി ക്ലിക്ക് ഓൺ ഇറ്റ്. അതിനകത്ത് നിങ്ങൾക്ക് കരിയർ സെർച്ച് ചെയ്യാൻ, ക്ലസ്റ്ററിൽ പോയിട്ട് മൾട്ടിപ്പിൾ കരിയേഴ്സ് കാണാം. എല്ലാ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്.